ഹലോ ഓൾ, വെൽക്കം ടു ഐലേൺ IAS അക്കാഡമി. നമ്മുടെ ഫുൾ ടെസ്റ്റ് 3 ഡിസ്കഷനിലേക്കാണ് കിടക്കുന്നത്. അതിൻ്റെ GS പാർട്ടിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രീവിയസ് ഇയർ 2023 പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരുന്ന ഒരു പേപ്പറായിരുന്നു 2023 പേപ്പർ. പക്ഷേ അതിൻ്റെ കട്ട് ഓഫ് നമുക്ക് തരുന്ന കുറച്ച് ഇൻസൈറ്റ്സ് ഉണ്ട് അല്ലേ? എന്താണ് കട്ട് ഓഫ് 75ൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം 75 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 പേപ്പറിന് അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമല്ല. കാരണം അതിൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSAT പേപ്പർ എത്രത്തോളം ഡിഫിക്കൽട്ട് ആവുന്നോ അതുപോലെ തന്നെ GSൻ്റെ കട്ട് ഓഫ് താഴത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി CSAT ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം GSൻ്റെ കട്ട് ഓഫ് താഴുന്നത് പോലെ, ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് GSൻ്റെ കട്ട് ഓഫ് താഴത്തേക്ക് വരുന്നത് പോലെ CSATൻ്റെ കട്ട് ഓഫ് ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ CSATൻ്റെ ഒരു ഏരിയയും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കോംപ്രിഹെൻഷൻ മാത്രം ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ലോജിക്കൽ റീസണിങ് കൊണ്ട് പാസ്സാവാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ക്വാണ്ടിൻ്റെ എളുപ്പമുള്ള ഏരിയാസും കൂടി പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾ ക്വാണ്ടും ലോജിക്കൽ റീസണിങ് മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻഷൻ്റെ കുറച്ച് ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെറിയ പാസേജസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് സ്ട്രാറ്റജി ആയിട്ട് ഒരിക്കലും CSAT അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് 2023 പേപ്പർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് GSൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താണോ, ഇതുവരെ വായിച്ച സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ എന്താണോ, കോർ ഏരിയാസ് ഏതൊക്കെയാണോ അതൊക്കെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അതിൻ്റെ ഓപ്ഷൻസ് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നമ്മളുടെ ടെസ്റ്റ് സീരീസിൽ കണ്ടിട്ടുള്ള പെക്യുലർ ആയിട്ടുള്ള നിങ്ങൾ ഉറപ്പായിട്ടും ശരിയാവുമെന്ന് വിചാരിച്ച് ചെയ്ത് തെറ്റിപ്പോയ ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് GSൻ്റെ ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. CSATനാണെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഏരിയയും സിമ്പിളറായിട്ടുള്ള ഏരിയാസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം നിങ്ങൾ ക്വാണ്ട് സൈഡിലെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റേഷ്യോ, പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ഇത്തരം കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ഏരിയാസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ CSAT കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമെന്നത് ഒരു എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതായിരിക്കും. അപ്പം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എക്സാം ഹോളിൽ ഒരു ടെൻഷനോട് കൂടി കയറാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പേപ്പർ എത്രയോ ഡിഫിക്കൽട്ട് ആവുന്നുവോ അത് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിരിക്കും. അതിനനുസരിച്ച് കട്ട് ഓഫുകൾ താഴത്തേക്ക് വരും. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു പേപ്പർ ടഫ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമാണ് ടഫ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ച് കൂടുതൽ പ്രഷറൈസ്ഡ് ആവാതിരിക്കുക. റിവിഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് സൗണ്ട് വേവ്സ് ടു ഡിറ്റക്ട് ആൻഡ് ലൊക്കേറ്റ് ഒബ്ജക്ട്സ് അണ്ടർ വാട്ടർ. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ഈ സോണാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സബ്മറൈൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ശരിയായിട്ട് എടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദി ആക്റ്റീവ് സോണാർ ഹാസ് എ റിസീവർ ആൻഡ് എ ട്രാൻസ്മിറ്റർ, whereas the passive sonar has only a receiver. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് സോണാറിൻ്റെ പർപ്പസ് എന്താണ്? സോണാറിൻ്റെ പർപ്പസ് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വേവ്സ് വെച്ചിട്ട് മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ വഴിയോ ഒക്കെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു ഒബ്ജക്റ്റീവ് വന്ന് തിരിച്ച് തട്ടിയിട്ട് അത് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ആക്റ്റീവാണ്. ഓക്കെ. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി എ റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഓൺലി എ ട്രാൻസ്മിറ്റർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു ട്രാൻസ്മിറ്റർ മാത്രം ഉണ്ടായെന്ന് വെച്ചിട്ട് സോണാർ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അതിന് എന്തെങ്കിലും ഒരു ഇൻഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിസീവറാണ്
എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലോജിക്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ട് എടുക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് 1 and 2. അപ്പോൾ സോണാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ബേസിക് ഫണ്ടമെന്റൽസ് എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദി ഗ്ലൈസീമിക് ഇൻഡെക്സ് is a value assigned to foods based on how quickly and how high those foods cause increases in blood glucose levels എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ബൈ ദ ബോഡി വെരി സ്ലോലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് മോശമാണ്, അത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ജനറലി നമ്മുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്താതിരിക്കണം എന്നുള്ളൊരു കാര്യം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, അത് തന്നെയാണ് ആ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡിസീസ് എക്സ്. അപ്പോൾ ഡിസീസ് എക്സ് എന്താണെന്നുള്ളത് മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കറണ്ട് അഫെയർസിലൊക്കെ കേൾക്കുന്നൊരു കാര്യമായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ഹാസ് എ സഫിഷ്യൻ്റ്ലി ഹൈ ഗ്ലോബൽ പ്രിവേലൻസ് എന്ന് പറയുന്നുണ്ട്. WHO ഐഡൻറ്റിഫൈഡ് ഇറ്റ്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആസ് എ വെക്ടർ ബോൺ. ഇറ്റ് ഈസ് എ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഡിസീസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക് ആയിട്ടൊരു സിറ്റുവേഷനെയാണ് WHO ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വലിയ പാൻഡമിക്കിനെയാണ് ഡിസീസ് എക്സ് എന്ന് വിളിച്ചേക്കുന്നത്. അവിടെ ഒരു പേര് പോലും ഇട്ടിട്ടില്ല, അതൊരു അൺനോൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം സഫിഷ്യൻ്റ്ലി ഹൈ ഗ്ലോബൽ പ്രിവൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണല്ലേ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ. WHO ഐഡൻറ്റിഫൈഡ് ഇറ്റ്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആസ് വെക്ടർ ബോൺ, അതും തെറ്റാണ്. കാരണം അത് അൺനോൺ ആണ്, വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വെക്ടർ ബോൺ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇറ്റ് ഈസ് എ വാക്സിൻ പ്രിവെൻറ്റബിൾ, അതും അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇതുവരെ വന്നിട്ടില്ല ലോകത്തിലേക്ക്, അത് വരാനിരിക്കുന്ന ഒരു ദുരന്തമായിട്ടാണ് പറയുന്നത്. 1, 2, 3 തെറ്റാണ്. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് ഡി, നണ്ണാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് ടെക്നോളജീസ് വിത്ത് റെസ്പെക്ട് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓക്കെ, ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്, ഇൻഫ്രാറെഡ്, സിഗ്ബി, USB. ഹൗ മെനി ഓഫ് ദി എബോവ് ഗിവൺ ടെക്നോളജീസ് ആർ യൂസ്ഡ് ഇൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ്? പാൻസ് ആണ് വായിച്ചേക്കുക. അപ്പം UPSC മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടെക്നോളജീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും USB, ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, ഷോർട്ട് റേഞ്ച് ആണ്. ഇൻഫ്രാറെഡ് ആണെങ്കിലും ഒരു ഷോർട്ട് റേഞ്ച് ഇത് നെറ്റ്വർക്ക്സിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഉദാഹരണത്തിന് TV റിമോട്ടുകളോ അങ്ങനത്തെ ഇൻഫ്രാറെഡ് ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതും ഈ 3 എണ്ണം ശരിയാണ്. സിഗ്ബി ആയിരിക്കും കുറച്ച് അൺനോൺ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെന്താണെന്ന് നോക്കുക. ഈ സിഗ്ബിയും ആക്ച്വലി ഇവിടെ ശരിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ 4D ആണ് വരുന്നത്. ആൻസർ ഓൾ ഓഫ് ദീസ് ടെക്നോളജീസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇവിടെ ടെക്നോളജി ആർ യൂസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആവാം. ഏതൊക്കെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ് എന്നല്ല ചോദ്യം, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന ചോദ്യം. കുറച്ചുകൂടി വൈഡർ ആണ് ചോദ്യം. അപ്പോൾ അതിനെ ആ നാരോ സെൻസിൽ എടുക്കാതെ കുറച്ചുകൂടി വൈഡർ സെൻസിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്. മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോണിക് ബൂംസ് സംടൈംസ് സീൻ ഇൻ ന്യൂസ് റെഫേഴ്സ് ടു. എന്താണ് സോണിക് ബൂംസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു എയർക്രാഫ്റ്റൊക്കെ സ്പീഡ് ഓഫ് സൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു വിഷ്വലി ആണെങ്കിലും ഓഡിയബിളി ആണെങ്കിലും ഒരു സോണിക് ബൂം ഉണ്ടാവാനുള്ളൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. ഇവിടെ ആൻസർ വരുന്നത് എ ആണ്, നോയ്സ് കോസ്ഡ് ബൈ എൻ എയർക്രാഫ്റ്റ് മൂവിങ് ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ സോണിക് ബൂം എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് എന്ന് വെച്ചാൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ന്യൂസിൽ നിന്നിരുന്നൊരു കാര്യമായിരുന്നു. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ ആസ്ട്രോണമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ X-ray, optical and UV spectral bands simultaneously. The minimum useful life of AstroSat mission is around 50 years.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു സീമിംഗ്ലി ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് ആസ്ട്രോസാറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ആസ്ട്രോസാറ്റിനെ കുറിച്ചിട്ടുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. അത് മൾട്ടി വേവ് ലെങ്ത് ഒബ്സർവേറ്ററി ആണ്, ഇന്ത്യസ് ഫസ്റ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും എടുക്കാം. മൾട്ടി വേവ് ലെങ്ത് ആണ്, അപ്പോൾ എക്സ്റേ, ഒപ്റ്റിക്കലും UV ഉണ്ടായിരിക്കാമെന്നും അസ്യൂം ചെയ്യാം. പക്ഷേ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ 50 ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. 5 ഇയർ ആണ് ആക്ച്വലി ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫായിട്ട് വരുന്നത്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഓൺലി 2 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആസ്ട്രോസാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ആ മിഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആ മിഷൻ ലോഞ്ച് ആയോ, അതെന്താണ്, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. 7th question, with respect to tidal locking, statement 1, tidal locking refers to the synchronization between the moon's rotation around its axis and its orbit around the earth. Okay, the tidal locking happens due to the gravitational force exerted by moon and earth on each other എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈഡൽ ലോക്കിംഗ് എന്താണ്? നമ്മൾ ചന്ദ്രയാനൊക്കെ ആയിട്ടുള്ള റിലേറ്റഡ് ന്യൂസിൽ കേൾക്കാറുണ്ട്. അതായത് ചന്ദ്രൻ്റെ ഒരു സൈഡ്, മൂണിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ എപ്പോഴും കാണുന്നുള്ളൂ, അപ്പുറത്തെ സൈഡ് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണ് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസും അതിൻ്റെ റിവോൾവിങ് അറൗണ്ട് എർത്തും ഏകദേശം ഒരേ പേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും മൂണിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ടൈഡൽ ലോക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം അങ്ങനെ ലോക്കായി നിൽക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ്. 7th question ആൻസർ A ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 is correct and statement 2 is the correct explanation for statement 1 എന്നുള്ളത്. 8th questionലേക്ക് പോവാം. വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രിനോസ്, എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ന്യൂട്രിനോ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രിനോന് ഒബ്സർവേറ്ററി ഉണ്ട്, അതിൻ്റെ തമിഴ്നാടുള്ള ഒബ്സർവേറ്ററിനെ കുറിച്ചൊക്കെ നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ന്യൂട്രിനോ എന്താണ്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ ഒരു ക്രക്സ് ആയിട്ട് വരുന്നത്. ദേ ആർ ദി ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം. They can't be broken down into smaller parts. They travel nearly at the speed of light. They rarely interact with other matter. ഇവിടെ ഇത് നിങ്ങൾക്ക് അറിയെങ്കിലാണ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ ന്യൂട്രിനോ എന്നുള്ള പേര് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മറ്റ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയായിട്ട് എടുക്കാം. കാരണം അതൊരു ന്യൂട്രൽ ചാർജസ് ഒക്കെ ഉള്ളൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് അത് ബാക്കിയുള്ളതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറവായിരിക്കാം. അഗെയിൻ ആ ന്യൂട്രിനോസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ദോ മില്യൺസ് ഓഫ് ന്യൂട്രിനോസ് നമ്മളുടെ വിസിനിറ്റി കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ ഈ കാര്യമാണ്. ഓക്കെ, ദേ ട്രാവൽ നിയർലി അറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതും ശരിയാണ്. കാരണം ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടിരുന്നു ന്യൂട്രിനോസ് സ്പീഡ് ഓഫ് ലൈറ്റ് ക്രോസ് ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മളുടെ പല ഇക്വേഷൻസും ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസും ഒക്കെ തെറ്റിപ്പോവും എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിൽ. 3ഉം ശരിയാണ്. ദേ കാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്സ്. അതും ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു എലമെൻ്ററി പാർട്ടിക്കിളാണ്. ആ എലമെൻ്ററി പാർട്ടിക്കിൾ പിന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ തെറ്റാണ്. കാരണം ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആറ്റം അല്ല ന്യൂട്രിനോ എന്ന് പറയുന്നത്, അതൊരു സെപ്പറേറ്റ് പാർട്ടിക്കിളാണ്. ഇവിടെ ഹൗ മെനി ആർ കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ C ഓൺലി 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ട്രോപ്പിക്കൽ ക്രോപ്പ് ഗ്രോൺ ഇൻ ദി കാരിഫ് സീസൺ ഇൻ സെമി എറിഡ് ഏരിയാസ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഒരു കാരിഫ് ക്രോപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ് റിക്വയർസ് എ ക്ലിയർ സ്കൈ ഡ്യൂറിങ് ഫ്ലവറിങ് ആൻഡ് 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്. ഓക്കെ, ഇറ്റ് ഓൾസോ റിക്വയർസ് എ റെയിൻഫോൾ ഓഫ് 50 to 100 centimeter, ടെമ്പറേച്ചർ ഓഫ് 21 degree Celsius to 30 degree Celsius ടു ഗ്രോ. അപ്പോൾ ക്രോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 210 ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് നിങ്ങൾ കാണുകയാണ്, നിങ്ങൾക്ക് അത് വിത്തൗട്ട് ഡൗട്ട് പോവാം കോട്ടൺ ആണെന്നുള്ളത്. കാരണം ആ ഒരു ഡിസ്ക്രിപ്ഷൻ കോട്ടനുമായിട്ട് വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് A ആണ്, കോട്ടൺ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്രോപ്സിന് വേണ്ട സോയിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ക്രോപ്സ് ഏത് ഭാഗത്തൊക്കെയാണ് വളരുന്നത്, ആ ഒരു ക്രോപ്സിന് അനുയോജ്യമായ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ NCERTയിലും മറ്റും കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം. 10th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ടെറിട്ടറി ഓഫ് ഗോദാവരി റിവർ. ഓക്കെ, ഗോദാവരിയുടെ ടെറിട്ടറി ട്രിബ്യൂട്ടറി ആണെന്ന് പറയുന്നുണ്ട്. സോറി. ഇറ്റ് ബിഗിൻസ് അറ്റ് ദി കോൺഫ്ലുവൻസ് ഓഫ് ടു എക്സ്റ്റെൻസീവ് റിവേഴ്സ്, ദി വർദ്ധ ആൻഡ് വൈൻഗംഗ. അപ്പോൾ വർദ്ധ ആൻഡ് വൈൻഗംഗ കൂടി കോൺഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രിബ്യൂട്ടറി ഉണ്ടാവുന്നത് പറയുന്നുണ്ട്. ദിസ് ജംഗ്ഷൻ ലൈസ് ഓൺ ദി ബോർഡർ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് തെലങ്കാന. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ റിവേഴ്സ് പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോദാവരിയുടെ ഈ ഒരു ട്രൈബ്യൂട്ടറിനെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, പ്രാൺഹിതയാണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു നദി എടുക്കുമ്പോൾ ഇപ്പോൾ ഗംഗ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗയുടെ മേജർ ട്രൈബ്യൂട്ടറീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേജർ സിറ്റീസ് ആണ് അത് ആ ഒരു റിവറിൻ്റെ സൈഡിൽ ഉള്ളത്, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാം അല്ലെങ്കിൽ റിസർവോയേഴ്സ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇതിൻ്റെ ഒരു ഡ്രെയിനേജ് അല്ലെങ്കിൽ ആ ഒരു ബേസിനിൽ വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നോക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 11th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു റിലേ ക്രോപ്പിംഗ്. ഓക്കെ, അപ്പോൾ റിലേ ക്രോപ്പിംഗ് പേരിൽ നിന്ന് നമുക്ക് വേർഡ് ഡീകൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ ഉള്ള സ്കോപ്പ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് ഗ്രോയിങ് 2 or more crops simultaneously during the part of the life cycle of each എന്ന് പറയുന്നുണ്ട്. ഓക്കെ, the succeeding crop is planted after the preceding crop has been harvested എന്ന് പറയുന്നുണ്ട്. റിലേ ക്രോപ്പിംഗ് ഈസ് ഓൾസോ കോൾഡ് ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു പാർട്ട് ഓഫ് ദി ലൈഫ് സൈക്കിളിൽ രണ്ടോ അതിൽ കൂടുതൽ ചെടികളോ വളർത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പിൻ്റെ ലൈഫ് സൈക്കിൾ ഇത്രയാണെന്നുണ്ടെങ്കിൽ വേറെ അടുത്ത ക്രോപ്പിൻ്റെ ലൈഫ് സൈക്കിൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരിക്കും അല്ലേ, കാരണം ഇത് ഓവർലാപ്പിംഗ് ക്രോപ്പിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും അതിനോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ്. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ദി സക്സീഡിങ് ക്രോപ്പ് ഈസ് പ്ലാന്റഡ് ആഫ്റ്റർ ദ പ്രിസീഡിങ് ക്രോപ്പ് ഹാസ് ബീൻ ഹാർവെസ്റ്റഡ്. അപ്പോൾ മുമ്പത്തെ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്രോപ്പ് നടുന്നതെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് യോജിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് അലൈൻ ചെയ്ത് നിൽക്കുന്ന, ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം എയ്തർ 1 and 3 വരും, അല്ലെങ്കിൽ 2 ഓൺലി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പം റിലേ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരാൾ മറ്റാൾക്ക് ബേറ്റൻ കൈമാറി ഇങ്ങനെ കുറച്ച് ദൂരം ഒരുമിച്ച് പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 and 3 ആയിരിക്കും കുറച്ചുകൂടി ശരിയായിട്ട് വരിക. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്, 1 and 3 തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസും പ്രിലിംസിൽ നമുക്ക് പൊതുവേ കിട്ടാറുണ്ട്. 12th ക്വസ്റ്റിലേക്ക് പോവാം. ഒരു മാച്ച് പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോയിൽ ടൈപ്പിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് മാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സോയിൽ എന്താണ്, ഉസാറ സോയിൽ പറഞ്ഞിരിക്കുന്നത്. റിച്ച് ഇൻ സോഡിയം ആൻഡ് പൊട്ടാഷ്യം ബട്ട് ഡു നോട്ട് സപ്പോർട്ട് എനി വെജിറ്റേറ്റീവ് ഗ്രോത്ത്. അരിഡ് സോയിൽ പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് ലെസ് കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ ബട്ട് ഹാസ് സഫിഷ്യൻറ്റ് നൈട്രജൻ കണ്ടന്റ്. ലാറ്ററൈറ്റ് സോയിൽ എന്താണ്, ഫോംഡ് അണ്ടർ സ്പെസിഫിക് മൺസൂൺ കണ്ടീഷൻസ് ഓഫ് ക്ലൈമറ്റ്, പൂവർ ഇൻ ഓർഗാനിക് മാറ്റർ. ഇവിടെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, കാരണം ലാറ്ററൈറ്റ് സോയിൽ നമ്മുടെ കേരളമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലാവും. അരിഡ് സോയിലിൽ ലെസ് കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ ശരിയാണ്, പക്ഷേ സഫിഷ്യൻറ്റ് നൈട്രജൻ കണ്ടന്റ് അതില്ല. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഒരു സോയിലുകളിലും സഫിഷ്യൻറ്റ് നൈട്രജൻ കണ്ടന്റ് കിട്ടാറില്ല, പ്രൊവൈഡിങ് നമ്മൾ യൂറിയ ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് വൺ ഉസാറ സോയിൽ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സെലൈൻ സോയിൽ എന്ന് പറയുന്നത്. അവിടെ സോഡിയം ആൻഡ് പൊട്ടാഷ്യം റിച്ച് ആണ്, പക്ഷേ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവിടെ 1 and 3 ശരിയാണ്, കറക്റ്റ്ലി മാച്ച്ഡ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 12th ക്വസ്റ്റ്യൻ ആൻസർ ബി. 13th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 13th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, PM കിസാനിനെ കുറിച്ച് ചോദിച്ചേക്കുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ബട്ട് സ്റ്റിൽ ന്യൂസിൽ നിൽക്കുന്ന ഒരു സ്കീം തന്നെയാണല്ലേ ഈ ഒരു
PM കിസാൻ എന്ന് പറയുന്നത്? എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓൾ കൾട്ടിവേബിൾ ലാൻഡ് ഹോൾഡിംഗ് ഫാർമർ ഫാമിലീസ് അക്രോസ് ദ കൺട്രി. അത് ശരിയാണല്ലേ? നമുക്കറിയാം ഫാർമിംഗ് കൾട്ടിവേബിൾ ലാൻഡ് ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു സെൻട്രൽ സെക്ടർ സ്കീം തന്നെയാണ്, കാരണം സെൻറ്ററാണ് കൊടുക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Under the scheme, an amount of rupees 2,000 is transferred directly into the Aadhaar seeded bank accounts of the farmers on a monthly basis. അപ്പോൾ ഇത് തെറ്റാണ്, കാരണം 2,000 കൊടുക്കുന്നുണ്ട്, അത് ട്രാൻസ്ഫർ ഡയറക്ട്ലി ഇൻറ്റു ആധാർ സീഡഡ് ആണ്, പക്ഷെ അത് മന്ത്ലി ബേസിസിലല്ല കൊടുക്കുന്നത്, അല്ലേ? അതൊരു ക്വാർട്ടർലി അല്ല, ഒരു എന്താ പറയുക, 4 മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. ഒരു വർഷം 6,000 റുപ്പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 13th വണ്ണിൻ്റെ ആൻസർ വരുന്നത് A ആണ് വരുന്നത്. 14th ക്വസ്റ്റിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡെക്കാൻ ട്രാപ്പ് ഇൻ ഇന്ത്യ. ഡെക്കാൻ ട്രാപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ്. അത് ശരിയാണല്ലേ? കാരണം ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് ആയിട്ടാണ് നമ്മൾ ഡെക്കാൻ ട്രാപ്പിനെ പറയുന്നത്. ദി ലാവ ഇറപ്റ്റഡ് ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് ദി ഡെക്കാൻ ട്രാപ്സ് വാസ് ഹൈലി വിസ്കസ്, പ്രിവെൻറ്റിങ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഇത് തെറ്റാണ്, കാരണം ഇത് ഹൈലി വിസ്കസ് ആയിരുന്നില്ല. ഇത് വിസ്കോസിറ്റി കുറഞ്ഞ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ലാവയായിരുന്നു. അത് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ A ആണ്, 1 ഓൺലി ആണ് കറക്റ്റായിട്ട് വരുന്നത് 14th ആൻസർ. 14th ഓപ്ഷൻ ഇസ് A. മൂവിങ് ഓൺ ടു ദ 15th question. Consider the following with reference to the physical features of India. Only 3 states in India lack an international border and coast എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നിങ്ങൾ ബേസിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് തന്നെ നോക്കാവുന്നതാണ്. കാരണം ഇന്ത്യയുടെ പെൻസിലർ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ തെലങ്കാനയുണ്ട്, ഇവിടേക്ക് വരുമ്പോൾ ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ഹരിയാന വരുന്നുണ്ട്. അപ്പം തന്നെ ഓൾമോസ്റ്റ് 4 എണ്ണമായി. പിന്നെ മധ്യപ്രദേശും കൂടി വരുന്നുണ്ട്. അപ്പോൾ 5 സ്റ്റേറ്റ്സ് ഉണ്ട് അതുപോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇന്ത്യാസ് നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് ഈസ് ലോങ്ങർ ദാൻ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ബേസിക് ടെക്സ്റ്റ് ബുക്ക് NCERT നിന്ന് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. ഇത് ശരിയാണ് അല്ലേ? കാരണം നോർത്ത് സൗത്ത് 3,000 സംതിങ് ഉണ്ട്, 3,214 ആണെന്ന് തോന്നുന്നുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് വരുന്നത് 2,700 സംതിങ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇന്ത്യാസ് ഏരിയ ടു നോർത്ത് ഓഫ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് നിയർലി ട്വൈസ് ദി ഏരിയ വിച്ച് ഇസ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അതും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബേസിക് NCERT ക്വസ്റ്റ്യൻ ആണ്. 15th കറക്റ്റ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആൻസർ B ആണ് വരുന്നത്. ഓൺലി 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു 16th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പെനിൻസുലർ റിവേഴ്സ് ഇൻ ഇന്ത്യ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെനിൻസുലർ റിവേഴ്സ് ആർ ജനറലി യങ്ങർ ദാൻ ഹിമാലയൻ റിവേഴ്സ്. അത് തെറ്റാണ്. പെനിൻസുലർ റിവേഴ്സ് ഹിമാലയൻ റിവേഴ്സിനേക്കാളും ഓൾഡർ ആണ്. സൂപ്പർ ഇമ്പോസ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ഡ്രെയിനേജ് ഫീച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ പെനിൻസുലർ റിവേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് ഹോൾഡ് ചെയ്യാം. ഡെൽറ്റാസ് ആർ ഫോംഡ് ബൈ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ പെനിൻസുലർ ഇന്ത്യ. അത് തെറ്റാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം. പെനിൻസുലർ റിവേഴ്സ് എക്സിബിറ്റ് സിഗ്നിഫിക്കൻറ്റ് വെർട്ടിക്കൽ ഡൗൺ കട്ടിങ് ഷേപ്പിംഗ് ഡീപ്പ് വാലീസ് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ്. അതൊരു ഹിമാലയൻ റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ലെഫ്റ്റ് ഈസ് ഓപ്ഷൻ B. അപ്പോൾ ഇവിടെ സൂപ്പർ ഇമ്പോസ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ഡ്രെയിനേജ് ഫീച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ പെനിൻസുലർ റിവേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കാണുന്നുണ്ടാവില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ സൂപ്പർ ഇമ്പോസ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ഡ്രെയിനേജ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കീ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നോക്കി വെക്കണം. അതുപോലെ തന്നെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കീ നോക്കി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. 17th ക്വസ്റ്റ്യൻ. കട്ടങ്ക പ്ലാറ്റ്യൂ എന്ന് പറയുന്നുണ്ട് ഈസ് കൺസിഡേർഡ് ടു ബി റിച്ച് മൈനിങ് റീജിയൻ വിച്ച് സപ്ലൈസ് കൊബാൾട്ട്, കോപ്പർ, ടിൻ, റേഡിയം, യുറേനിയം ആൻഡ് ഡയമണ്ട്സ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ
മാത്രമേ ഇത് അറ്റംപ്റ്റ് ചെയ്യണ്ടൂ, അല്ലാതെ ഒരു റാൻഡം ഗസ്റ്റിലേക്ക് പോകരുത്. ഇവിടെ കട്ടങ്ക പ്ലാറ്റ്യൂ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് ദ ഫാക്ട്, അത് ലീവ് ചെയ്യാം, അത് കുഴപ്പമുണ്ടാവില്ല. നിങ്ങളത് ലീവ് ചെയ്താലും അത് നിങ്ങളുടെ മാർക്കിനെ അല്ലെങ്കിൽ നിങ്ങൾ കയറാനുള്ള സാധ്യതയെ വല്ലാതെ മാറ്റുന്നില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിഗാർഡിംഗ് ദി ഗൾഫ് സ്ട്രീം ആണ് ചോദിച്ചിരിക്കുന്നത്. ദി ഗൾഫ് സ്ട്രീം ഇൻഫ്ലുവൻസസ് ദി ക്ലൈമറ്റ് ഓഫ് വെസ്റ്റേൺ യൂറോപ്പ് ലീഡിങ് ടു മൈൽഡർ വിൻറ്റേഴ്സ് കമ്പയർഡ് ടു റീജിയൻസ് അറ്റ് സിമിലർ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദി ഗൾഫ് സ്ട്രീം ഈസ് എ കോൾഡ് ഓഷ്യൻ കറണ്ട്. അവിടെ നമുക്ക് അത് തെറ്റായിട്ട് എടുക്കാം. കാരണം ഗൾഫ് സ്ട്രീം ഇക്വേറ്ററിന് മുകളിലേക്ക് പോകുന്നൊരു കറണ്ടാണ്. ഒരു ഓഷ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ള കറണ്ടുകൾ ഹോട്ട് ഓഷ്യൻ കറണ്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ആൻസർ വരുന്നത് സി ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ ഗൾഫ് സ്ട്രീം ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ് ഓഫ് വെസ്റ്റേൺ യൂറോപ്പ് ലീഡിങ് ടു മൈൽഡർ വിൻറ്റേഴ്സ് കമ്പയർഡ് ടു ദ റീജിയൻസ് അറ്റ് സിമിലർ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പം ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. കാരണം വെസ്റ്റേൺ യൂറോപ്പിനെ ഈ ഒരു ഹോട്ട് കറണ്ടായ ഗൾഫ് സ്ട്രീം ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള കോൾഡായിട്ടുള്ള വിൻറ്റേഴ്സിനെ കുറച്ച് മൈൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. 18th ആൻസർ സി ആണ് വരുന്നത്. മൂവിങ് ഓൺ ടു ദ 19th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിസ്കവറി ഓഫ് റിംഗ്വുഡൈറ്റ്, എ മിനറൽ ഫൗണ്ട് ഇൻ എർത്ത് ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താണ് 19th പറയുന്നത്? റിംഗ്വുഡൈറ്റ്. അപ്പോൾ ഒരു അഗെയിൻ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. It indicates the presence of large underground oceans challenging current theories on the source of Earth's water. It suggests that Earth's water might have originated from plants' core leaking out over time. It enhances our understanding of volcanic activity and the formation of new crust. അപ്പം റിംഗ്വുഡൈറ്റ് എന്ന് പറഞ്ഞൊരു മിനറലിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ശരിയായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണ്? വോൾക്കാനിക് ആക്ടിവിറ്റിയും ഫോർമേഷൻ ഓഫ് ന്യൂ ക്രസ്റ്റും. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ഉം എയും ബിയും ശരിയായിട്ടാണ് വരുന്നത്. ഇവിടെ ഡി ആണ് വരുന്നത്, ഓൾ ഓഫ് ദി എബോവ് വരുന്നത്. സോ റിംഗ്വുഡൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇതുപോലൊരു ഹൈപ്പോത്തസിസിനെ ശരിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മിനറൽ കൂടിയാണെന്നാണ് റീസെൻറ്റ് കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി നോക്കുക. അത് കുറച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. 20th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Consider the following statement with respect to Shivaliks or outer Himalayas. Gaggar river originates from the Shivalik hills of Himachal Pradesh എന്ന് പറയുന്നത് അത് ശരിയാണ്. നിങ്ങൾ അഗെയിൻ ആ ഒരു റിവേഴ്സും അതിൻ്റെ ഒറിജിനൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിയാം. ദി ശിവാലിക്സ് ആർ വൈഡർ ഓൺ ദി ഈസ്റ്റേൺ സൈഡ് കമ്പയർഡ് ടു ദി വെസ്റ്റേൺ സൈഡ്. ഇത് തെറ്റാണല്ലേ. കാരണം ഇത് നമുക്ക് ഒന്നാമത് ഫാക്ച്വലി അറിയുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഈ ഒരു പെനിൻസുലാർ റീജിയൻ വന്നിട്ട് അഗെയിൻ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വന്നിട്ട് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ച് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു സൈഡാണ് ഇടിക്കുന്നത്, പിന്നെ മറ്റൊരു ഡോർ എഫക്റ്റ് പോലെയാണ് ഇത് വന്ന് ഇടിക്കുന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ NCERT-യിൽ. അപ്പോൾ ആ ഒരു ലോജിക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ് ശിവാലിക്സ് കുറച്ചും കൂടി വൈഡറായിട്ട് വരുന്നത്. ഇവിടെ എല്ലാ മൗണ്ടൻ റേഞ്ചസും കുറച്ചുകൂടി ക്രാംഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. എ 1 ഓൺലി ആണ് ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 20th ആൻസർ എ ആണ്. ഓക്കെ, 21st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 21st ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഒരു മൈൻസിനെയും അവിടെ കാണുന്ന മിനറൽസിനെയും ആണ് മാച്ച് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് മൈൻ? ബൈലാഡില, അയൺ ഓർ, കുട്ടി മൈൻ, ഡയമണ്ട്, കൊഡർമ, മൈക്ക. അപ്പോൾ കൊഡർമ മൈക്ക എന്നുള്ള കൊഡർമ ചോട്ടനാഗ്പൂർ പ്ലാറ്റ്യൂ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം. ബൈലാഡില അഗെയിൻ ഒരു ഫേമസ് ആയിട്ടുള്ള അയണോറാണ്, ഛത്തീസ്ഗഡിൽ വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള അയണോറാണ് ബൈലാഡില എന്ന് പറയുന്നത്. കുട്ടി എന്ന് പറയുന്നത് ഡയമണ്ട് അല്ല, മറിച്ച് ഗോൾഡ് ആണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പെയർ ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. കറക്റ്റ്ലി മാച്ചിൽ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. 21st ആൻസർ ബി ആണ്.
ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മൈൻസുകൾ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ വേറെ ഏതെങ്കിലും മൈനുകൾ കറണ്ട് അഫെയർസിൽ കഴിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മൈനുകൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളത് നോക്കി വെക്കുക, എവിടെയാണത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, എന്തുകൊണ്ടാണത് ഫേമസ് എന്നുള്ള കാര്യം കൂടി നോക്കുക. Which among the following regions of the world is witnessing an initiative to restore 100 million hectares of degraded land by 2030, which spans around 22 different countries എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സീമിംഗ്ലി ഫാക്ച്വൽ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സഹേൽ റീജിയനിൽ ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സഹാറ ഡെസേർട്ട് സൗത്ത് വേർഡ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഗ്രേറ്റ് ഗ്രീൻ ബെൽറ്റ് ഇനീഷ്യേറ്റീവ്, കുറേ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് അവെയർ അബൌട്ട് ദാറ്റ് ഇനീഷ്യേറ്റീവ്, ഡു റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ ഡോൾഡ്രംസിനെ കുറിച്ചിട്ടാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡോൾഡ്രംസ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ഡോൾഡ്രംസ് ഈസ് എ റീജിയൻ നിയർ ദി ഇക്വേറ്റർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇറാറ്റിക് ആൻഡ് വേരിയബിൾ വിൻസ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ NCERT നോളേജ് അല്ലെങ്കിൽ ബേസിക് ഇൻഫർമേഷൻ തറവാണ് റിവൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻസ് തന്നെ തെറ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ദ ഡോൾഡ്രംസ് ആർ കോസ്ഡ് ബൈ ദി കൺവേർജൻസ് ഓഫ് ട്രേഡ് വിൻസ് ഫ്രം നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഡോൾഡ്രംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു ഇക്വേറ്ററിൻ്റെ അവിടെ വരുന്ന ഒരു ബാൻഡ് ഓഫ് റീജിയൻ ആണ്. അവിടെ ട്രേഡ് വിൻസ് നോർത്തേൺ ട്രേഡ് വിൻസും വരും, സദേൺ ട്രേഡ് വിൻസും വരും. ഈ ഒരു ട്രേഡ് വിൻസ് വന്നിട്ട് ഇവിടെ കൺവേർജ് ചെയ്യുന്ന ഒരു സോണാണ്. ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് മുന്നേ അത് ലോ പ്രഷറായിട്ട് മുകളിലേക്ക് പോവും. ആൻഡ് ഈ ഒരു റീജിയൻ കുറച്ചുകൂടി പീസ്ഫുൾ ഒരു റീജിയൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്. 24th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിറ്റീസിനെയും റിവേഴ്സിനെയും തമ്മിൽ മാപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാച്ച് പെയർ ക്വസ്റ്റ്യൻ ആണ്. അഹമ്മദാബാദ് ലൂണി, അത് തെറ്റാണ്. കാരണം അഹമ്മദാബാദ് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. അത് സബർമതി റിവറിൻ്റെ കോസ്റ്റിലാണ് വരുന്നത്. ഹൈദരാബാദ് മൂസി ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോട്ട ആൻഡ് ബാനസ് അഗെയിൻ തെറ്റാണ്. കോട്ട വരുന്നത് ചമ്പൽ എന്ന് പറയുന്ന നദിയുടെ സൈഡിലാണ് വരുന്നത്. ഇവിടെ കറക്റ്റ്ലി മാച്ച്ഡ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 പെയർ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 25th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ദി ലക്ഷദ്വീപ് ഐലൻഡ്സ്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. മാൽദീവ്സ് ഇഷ്യൂലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിൻ്റെ സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇപ്രാവശ്യത്തെ പ്രിലിംസിന് വേണ്ടിയിട്ട്. ലക്ഷദ്വീപ് ഈസ് എ ട്രോപ്പിക്കൽ ആർച്ചിപ്പലാഗോ കംപ്രൈസിങ് 36 അറ്റോൾസ് ആൻഡ് കോറൽ റീഫ്സ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, കുറച്ച് ഫാക്ച്വൽ ആണ്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് റിലീഫ് ഫീച്ചേഴ്സ് സച്ച് ആസ് ഹിൽസ് ആൻഡ് വാലീസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഓഡ് ഫീലിംഗ് കിട്ടുന്നുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽസ് ആൻഡ് വാലീസിനെ കുറിച്ചിട്ട് നമ്മൾ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറില്ല. അഗെയിൻ അതൊരു അറ്റോളും കോറൽ റീഫുമാണ് ആ ഒരു ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടെ ഒരിക്കലും നമുക്ക് ഹിൽസും വാലീസും കാണാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അഗെയിൻ ഓപ്ഷൻസിൻ്റെ ഒരു രീതി വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അത് സി ആണ്. ദർ ആർ നോ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ദിസ് യൂണിയൻ ടെറിട്ടറി. അതും ശരിയാണ്. കാരണം അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇല്ല, പകരം ഷെഡ്യൂൾഡ് ട്രൈബ്സ് മാത്രമാണ് ലക്ഷദ്വീപിൽ ഉള്ളത്. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ വരുന്നത് സി ആണ്. 25 ആൻസർ ഇസ് സി. 26 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ദി ഓഷ്യൻ കൺവെർജൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വോൾക്കാനിക് ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ കോൺസ്റ്റന്റ് വോൾക്കാനിസം അലോങ് ദി ബൗണ്ടറി ആർ കളക്റ്റീവ്ലി കോൾഡ് ഐലൻഡ് ആർക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം രണ്ട് ഓഷ്യൻ തമ്മിൽ കൺവെർജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ സബ്ഡക്ഷൻ ഉണ്ടാവുകയും അവിടെ വോൾക്കാനിക് ലാൻഡ് ഫോംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ റിംഗ് ഓഫ് ഫയർ, പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ച് കേൾക്കുന്ന പോലെ. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഐലൻഡുകളെ നമ്മൾ ഐലൻഡ് ആർക്സ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീനെ ഐലൻഡ് ആർക്സ് എന്ന് വിളിക്കാറുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻ ദി കേസ് ഓഫ് ഇൻഡോനേഷ്യൻ ആർച്ചിപ്പലാഗോ ദി ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഈസ് സബ്ഡക്റ്റിംഗ്. ഓക്കെ, ബിലോ സുണ്ട പ്ലേറ്റ് എ പാർട്ട് ഓഫ് യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട്.
ഭയങ്കര ഫാക്ച്വൽ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഹിമാലയാസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു കാര്യം ഉണ്ടാവുന്നത്. സിമിലർ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇന്തോനേഷ്യൻ ആർച്ചിപ്പലാഗോയും നമ്മൾ നോക്കുമ്പോൾ ഒരു യുറേഷ്യൻ പ്ലേറ്റും ഒരു ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും തമ്മിലുള്ളൊരു കൺവെർജൻസ് സോണായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അസംഷനിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ട് എടുക്കാം. 26th ആൻസർ സി ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, 27th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ്? കച്ചത്തീവ് ഐലൻഡ്. അഗെയിൻ ഇപ്പോൾ ന്യൂസിൽ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കച്ചത്തീവ് ഇഷ്യൂ പിന്നെയും നമ്മൾ ന്യൂസിൽ റിലവൻസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഓഫ് ജാഫ്നയാണോ കച്ചത്തീവ് ഐലൻഡ്? സൗത്ത് ഓഫ് കന്യാകുമാരി ആണോ? സൗത്ത് ഈസ്റ്റ് ഓഫ് മന്നാർ ഐലൻഡ് ആണോ? അത് നോർത്ത് ഈസ്റ്റ് ഓഫ് രാമേശ്വരം ആണോ വരുന്നതും? അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ആ ഒരു കച്ചത്തീവ് ഐലൻഡ് ഇഷ്യൂ മാത്രമാണോ പഠിച്ചത്, അതോ കച്ചത്തീവ് എന്ന് പറയുന്ന ഐലൻഡ് എവിടെയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇവിടെ വരുന്നത് ആൻസർ ഡി ആണ് വരുന്നത്. 27 ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കച്ചത്തീവ് ഐലൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു ഐലൻഡുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. 28th ക്വസ്റ്റ്യൻ. 4 ഹിൽ റേഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ അറേഞ്ച് ദി അബോവ് ഹിൽസ് ഓഫ് ഈസ്റ്റേൺ ഗഡ്സ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ജാവഡി ഹിൽസ് ആണ്. ജാവഡി ഹിൽസ് ടുവേർഡ്സ് സൗത്തേൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആണ് അവസാനം വരുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. നല്ലമല, വെളിക്കൊണ്ട, പാൽക്കൊണ്ട. അപ്പോൾ ഇവിടെ അഗെയിൻ 1 ആണ് നോർത്ത് മോസ്റ്റ് എന്ന് നമുക്ക് ഓപ്ഷൻ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നല്ലമലേനെ കുറിച്ചിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്നത് വെളിക്കൊണ്ടയാണ് കുറച്ച് നോർത്തിലേക്ക് വരുന്നത് കമ്പയർഡ് ടു പാൽക്കൊണ്ട റേഞ്ചസ്. രണ്ടും ക്ലോസർ ആണ്, പക്ഷേ വെളിക്കൊണ്ടയാണ് കുറച്ചുകൂടി മുകളിൽ. സോ 1, 3, 4, 2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 28th ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 29th ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. 29th ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ആസ് പാർട്ട് ഓഫ് എനർജി ഡിപ്ലോമസി? എന്താണ്? മിലിറ്ററി എക്സസൈസസ്, പ്രൊമോട്ടിംഗ് 1 വേൾഡ് 1 ഗ്രിഡ് ഇനീഷ്യേറ്റീവ്, സിവിൽ ന്യൂക്ലിയർ ഡീൽസ്, ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, നിങ്ങൾക്ക് ഈസിയായി ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. കോമൺ ലോജിക് വെച്ച് നോക്കുമ്പോൾ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലാവും. 29th ഓപ്ഷൻ ബി ഓൺലി 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30th ക്വസ്റ്റ്യൻ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. Its mandate is to coordinate international response to address critical global issues. International response to address. അപ്പോൾ ഈ ഒരു പേര് തന്നെ ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ്. അപ്പോൾ ഇൻ്റർനാഷണൽ റെസ്പോൺസ് ആണ്, ക്രിട്ടിക്കൽ ഗ്ലോബൽ ഇഷ്യൂസ് ആണ്. ഇതിൻ്റെ പേരിനോട് മാച്ച് ചെയ്ത് വരുന്നൊരു കാര്യം തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് അസ്യൂം ചെയ്യാം. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ UN സെക്യൂരിറ്റി കൗൺസിൽ UNSC ഇൻ ദി ആഫ്റ്റർമെത്ത് ഓഫ് ഗൾഫ് വാർ ഇൻ 1991 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ്, നമുക്കത് ഹോൾഡ് ചെയ്യാം. ഫുഡ് സെക്യൂരിറ്റി, എനർജി ആൻഡ് ഫൈനാൻസ് ആർ കീ ഫോക്കസ് ഏരിയാസ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്രൈസിസ് റെസ്പോൺസ് ആണ്, ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി, എനർജി, ഫൈനാൻസ് ആർ കീ ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു ജനറലാണ്. ഇപ്പം ഇവിടെ ആർ ദി ഓൺലി ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് സംശയത്തോടുകൂടി നോക്കാം. കാരണം ഇത് മാത്രമാണോ ക്രൈസിസ് എന്ന് ആലോചിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എന്താണ്? ഇതാണ് ഇതിൻ്റെ ഇത് 3 ഇവരുടെ കീ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ആണെന്നാണ് പറയുന്നത്. സോ ഇതും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയായിട്ട് എടുക്കാം. സെക്കൻഡ് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തെറ്റായിട്ടാണ് വരുന്നത്. കാരണം അതൊരു റീസെൻ്റ്ലി ഫോംഡ് ആയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ്. നമ്മുടെ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നതാണ്. ഇതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്, ഓൺലി 2. 1 and 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട്
വരുന്നത്. 31st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് 31st ക്വസ്റ്റ്യൻ? വിത്ത് റെഫറൻസ് ടു ദി യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എവരി പീസ് കീപ്പിംഗ് മിഷൻ ഈസ് ഓതറൈസ്ഡ് ബൈ UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നുണ്ട്. UN peacekeepers can include soldiers, police officers and civilian personnel. G7 countries are the greatest contributors of troops to UN peacekeeping. Currently there are no peacekeeping missions active in the world എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 4th സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് അത്രയ്ക്കും ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. കാരണം പീസ് കീപ്പിംഗ് മിഷൻസ് എപ്പോഴും നടക്കാറുണ്ട്, അതങ്ങനെ നിർത്തി വെച്ചിട്ടൊന്നുമില്ല. G7 കൺട്രീസ് അല്ല കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. ഏഷ്യൻ കൺട്രീസ് ആണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയാണ് മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബി ഓൺലി 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 31st. 32nd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അന്റാർട്ടിക് റീജിയൻ ഈസ് ഗവേൺഡ് കളക്റ്റീവ്ലി അണ്ടർ ദി അന്റാർട്ടിക് ട്രീറ്റി വേറാസ് ആർട്ടിക് റീജിയൻ ഈസ് ഗവേൺഡ് ബൈ ഇൻഡിവിജ്വൽ ആർട്ടിക് സ്റ്റേറ്റ്സ്. ഇതൊരു എന്താ പറയുക, നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നൊരു മേജർ പ്രശ്നമാണല്ലോ. അതായത് ആർട്ടിക് ഏരിയാസ് കുറച്ചുകൂടി വാമാവുമ്പോൾ അവിടുത്തെ റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ട്രീറ്റി ഇല്ല. പകരം ഏതൊക്കെയാണോ ആർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ആ ഒരു കൺട്രീസ് അവർ തന്നെയാണ് അത് ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു റേസ് വരാൻ സാധ്യത കൂടുതലാണ്. അവിടെ ഒരു ഗ്ലോബൽ റേസ് ഫോർ ആർട്ടിക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഈ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുന്നത്? അന്റാർട്ടിക് റീജിയൻ ഹോസ്റ്റ് മോർ ബയോഡൈവേഴ്സിറ്റി കമ്പയർഡ് ടു ആർട്ടിക് റീജിയൻ. അത് തെറ്റാണല്ലോ, നമുക്ക് അറിയാം. കാരണം അന്റാർട്ടിക് റീജിയനല്ല, ആർട്ടിക് റീജിയനാണ് കുറച്ചും കൂടി ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 32nd സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ള സ്ഥിതിക്ക് ഉത്തരം സി ആണ് വരുന്നത് ആൻസർ ആയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 33rd ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺട്രീസ് റീസെൻ്റ്ലി എസ്റ്റാബ്ലിഷ് ദ വേൾഡ്സ് ഫസ്റ്റ് എവർ നിയർ സ്പേസ് കമാൻഡ് ആസ് 5th ഫോഴ്സ് ഓഫ് ദിയർ ആർമി എന്നാണ് പറയുന്നത്. ഇതും ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. കാരണം ഇതിൽ ലോജിക്കൽ ഗസ്സിങ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 4 കൺട്രീസ് ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് അവരുടെ മിലിറ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ 4-ൽ ചൈനയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫാക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബ്ലൈൻഡ് ആയിട്ടൊരു ഗസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഒരു ബുദ്ധിമോശമായിരിക്കും. 34th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഐലൻഡ് തന്നിട്ടുണ്ട്, ഓഷ്യൻ അല്ലെങ്കിൽ സീ തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാനറി ഐലൻഡ്സ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നുണ്ട്. തുവാലു ഐലൻഡ്സ് പസഫിക് ഓഷ്യൻ, കിരിബാറ്റി ഇന്ത്യൻ ഓഷ്യൻ. ഇവിടെ കിരിബാറ്റിയും തുവാളും നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും. രണ്ടും വരുന്നത് പസഫിക് ഓഷ്യനിൽ തന്നെയാണ്. സെക്കൻഡ് ശരിയാണ്, തേർഡ് തെറ്റാണ്. കാനറി ഐലൻഡ്സ് അഗൈൻ പേര് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സൗത്ത് ചൈന സീയിലുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ വരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് കാനറി ഐലൻഡ്സ് വരുന്നത്. ആഫ്രിക്കയുടെ ഒക്കെ ഒരു വെസ്റ്റേൺ സൈഡിലായിട്ട് വരുന്ന ഒരു ഐലൻഡ്സ് ആണ് കാനറി ഐലൻഡ്സ്. അപ്പോൾ ഫസ്റ്റ് 1 തെറ്റാണ്. 34th ആൻസർ വരുന്നത് എ ആണ്. ഓൺലി 1 ഇസ് ദി റൈറ്റ് ആൻസർ. 35th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 5 രാജ്യങ്ങൾ തന്നിട്ടുണ്ട് ആഫ്രിക്കയിലെ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ഡു നോട്ട് ഷെയർ ബൗണ്ടറീസ് വിത്ത് സുഡാൻ? അപ്പോൾ സുഡാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സുഡാൻ ന്യൂസിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ സുഡാനിൻ്റെ ബൗണ്ടറീസ് നോക്കി വയ്ക്കുക എന്ന് പറയുന്നത് പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം യുക്രൈൻ്റെ ലാൻഡ് ബൗണ്ടറീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുഡാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ആൻഡ് എറിത്രിയ ഉണ്ട്. ലിബിയയുടെ ഒരു ചെറിയ പോർഷനും ഇതിൽ ബോർഡറായിട്ട് വരുന്നുണ്ട്. കെനിയ പക്ഷേ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഓൺലി 1 കെനിയാണ് ഇവിടെ ബൗണ്ടറി ഷെയർ ചെയ്യാത്തത്. മറ്റേതൊക്കെ രാജ്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കീ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാരണം ഇതുപോലെ ഓൺലി 1 ഓൺലി 2 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു രീതിയിലുള്ള ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പ്രോപ്പർ ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, 36th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേക്സും കൺട്രിയും തമ്മിലാണ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ലേക്ക് സാവ,
ഇറാഖ്, ലേക്ക് സോങ്ക്ല തായ്ലാൻഡ്, ലേക്ക് റെത്ബ സെനഗൽ. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, കറണ്ട് അഫയേഴ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ 3 പേഴ്സും കറക്റ്റ്ലി ആണ് മാച്ച് ചെയ്തിരിക്കുന്നത്. 36ന്റെ ആൻസർ സി ആണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം ഫാക്ച്വൽ ആണ്, അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻസ് അതിനെ ഭയങ്കര ഡിഫിക്കൽട്ടും ആക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് അവെയർ, ഇത് ഇപ്പോൾ പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അത് വല്ലാതെ ബാധിക്കാൻ പോകുന്നില്ല. അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് man-made lake and reservoir by volume. Due to the latest El Nino drought, water levels at this lake have dropped dramatically. Identify the lake. ഇതാണ് 37th ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു മാൻമെയ്ഡ് ലേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ലേക്ക് താങ്കന്യയ്ക്കയും ആണെങ്കിലും കിവു ആണെങ്കിലും മലാവി ആണെങ്കിലും ഒക്കെ നമ്മളുടെ ആ ഒരു ആഫ്രിക്കയിലുള്ള ഗ്രേറ്റ് ലേക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഇവരൊന്നും മാൻമെയ്ഡ് ലേക്കുകളല്ല. ഈ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബി ലേക്ക് കരീബിയാണ് ഉത്തരം എന്നുള്ളത് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലോജിക്കലായിട്ടുള്ളൊരു അസംഷൻ ആയിരിക്കും. ഓക്കെ, 37th ആൻസർ ബി തന്നെയാണ് വരുന്നത്. 38th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നമ്മൾ പൊളിറ്റിയുടെ ഒരു ടെറിട്ടറിയിലേക്ക് കടന്നിട്ടുണ്ട്, നമ്മൾ പൊളിറ്റി ക്വസ്റ്റ്യൻസിലേക്ക് കടന്നിട്ടുണ്ട്. The idea of distributive justice can be seen in the Indian Constitution in how many of the following? Preamble, Fundamental Rights, DPSP. ഈ 3 എണ്ണത്തിൽ ഏതിലൊക്കെയാണ് നമുക്ക് എന്താ പറ്റുക ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഓൾ 3 ആണ്. നിങ്ങൾക്കത് എന്താ പറയുക ഒരു ബ്രോഡർ സെൻസിൽ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജസ്റ്റിസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രിയാമ്പിളിൽ സ്വാഭാവികമായിട്ടും ജസ്റ്റിസിനെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അല്ല, അതിനൊരു കീ വേർഡാണ് ജസ്റ്റിസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണല്ലേ, സ്റ്റേറ്റിന് എല്ലാവരിലേക്കും ജസ്റ്റിസ് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. DPSPയിലാണെങ്കിലും എക്കണോമിക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പല ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കുറിച്ചിട്ടും അതിലും സംസാരിക്കുന്നുണ്ട്. സോ 38th ആൻസർ സി ആണ് വരുന്നത്. ഓൾ 3 ആണ് കറക്റ്റ് ആൻസർ. 39th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി റൈറ്റ്സ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 19? എന്താണ്? ദേ ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ് ആൻഡ് നോട്ട് ടു ഫോറിനേഴ്സ്. അത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദേ ആർ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഓൺലി സ്റ്റേറ്റ് ആക്ഷൻ ആൻഡ് നോട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജനറലി ഈ ഒരു സംഭവം ശരിയായിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇത് തെറ്റാണ്. കാരണം റീസെൻ്റ്ലി സുപ്രീം കോർട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആക്ഷന് മാത്രമല്ല പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അഗെയിൻസ്റ്റും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് എ ആണ്. 1 ഓൺലി ആണ് ആൻസർ ആയിട്ട് വരുന്നത് 39th ക്വസ്റ്റ്യൻ്റെ. 40th ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് റാഷണൽ ബിഹൈൻഡ് ദി പ്രസൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുകൊണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ടു ബിൽഡ് എ സ്ട്രോങ്ങർ സ്റ്റേറ്റ് ലൈക്ക് എർസ്റ്റ്വൈൽ സോവിയറ്റ് യൂണിയൻ. ആ ഒരു കാര്യമാണോ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് റാഷണൽ അതാണോ? അല്ല. ടു റിമൈൻഡ് സിറ്റിസൺസ് ദാറ്റ് സിറ്റിസൺഷിപ്പ് കംസ് അറ്റ് എ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സിറ്റിസൺഷിപ്പ് നിങ്ങളൊരു കാര്യം ചെയ്താലേ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ എന്ന രീതിയിൽ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. ഓക്കെ. ടു എൻഷുർ ദാറ്റ് റൈറ്റ്സ് ആർ എക്സസൈസ്ഡ് റെസ്പോൺസിബിളി ഫോസ്റ്ററിങ് ഹാർമണി. അത് ശരിയാണല്ലേ. കാരണം നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസും കൂടി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് 40th. 41st ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് ഹാവ് ഓവർടേൺഡ് ഇറ്റ്സ് ഓൺ പ്രീവിയസ് ജഡ്ജ്മെന്റ്സ്? അപ്പോൾ ഗോലക്നാഥ് കേസിലും കേശവാനന്ദ ഭാരതി കേസും നിങ്ങൾക്ക് നന്നായി ഫെമിലിയർ ആയിരിക്കും. ഗോലക്നാഥ് കേസിലാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അത് സാക്രോസാങ്ക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് മുമ്പത്തെ ജഡ്ജ്മെൻറ്റ്സിനെ തിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ഈ ഗോലക്നാഥിനെ ഓവർടേൺ ചെയ്യുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. ബേസിക് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഈ സീതാ സോരൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്.
നമ്മളുടെ PV നരസിംഹറാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ പാർലമെൻ്ററി പ്രിവിലേജസിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ ഓവർടേൺ ചെയ്യുന്നതായിരുന്നു റീസെൻ്റ്ലി വന്ന സീതാ സൊരൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവിടെ 3 എണ്ണം ശരിയാണ്. 41ൻ്റെ ആൻസർ C ആണ് വരുന്നത്. ഓൾ 3 ആർ റൈറ്റ്. 42nd ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ സസ്പെൻഡിങ് എ മെമ്പർ ഓഫ് രാജ്യസഭ ഫോർ മിസ്കണ്ടക്ട്. എ മോഷൻ ഹാസ് ടു ബി പാസ്ഡ് ടു ദാറ്റ് എഫക്ട് ആഫ്റ്റർ ദി ചെയർമാൻ ഓഫ് രാജ്യസഭ നെയിം ദാറ്റ് മെമ്പർ. അപ്പം ഇത് ആക്ച്വലി രാജ്യസഭയുടെ കാര്യത്തിൽ ശരിയാണ്. സെയിം റൂള് തന്നെ ലോക്സഭയിലും അപ്ലിക്കബിൾ ആണ്. ഒരാളെ നമുക്ക് സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോഷൻ പാസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ ലോക്സഭയിൽ ഒരു അഡീഷണൽ പ്രൊവിഷനാണ് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന സ്പീക്കർക്ക് വേണം എന്നുണ്ടെങ്കിൽ ചിലവരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ലോക്സഭയിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എ സസ്പെൻഡഡ് മെമ്പർ ക്യാൻ ചാലഞ്ച് എ സസ്പെൻഷൻ ഇൻ കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32. തെറ്റാണല്ലേ? കാരണം ആർട്ടിക്കിൾ 32 എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ നമുക്ക് എന്താ പറയുക കോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്, അല്ലേ? അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ A ആണ് വരുന്നത്. 42nd ആൻസർ A 1 ഓൺലി ആണ് വരുന്നത്. 43rd ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് വാസ് എനാക്റ്റഡ് ടു ഓവർകം ദി ചാലഞ്ച് ഓഫ് ലെജിസ്ലേറ്റേഴ്സ് ഷിഫ്റ്റിംഗ് ദിയർ പൊളിറ്റിക്കൽ പാർട്ടീസ് അറ്റ് ദിയർ വിൽ. ബേസിക്കലി അവർ എന്താണ് പറയുന്നത്? ഡിഫെക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഡിഫെക്ഷനാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? 44th ആണോ? അല്ല. 86th എഗെയിൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 100th എന്താണ്? നമ്മുടെ ലാൻഡ് സെറ്റിൽമെൻറ്റുമാണ് ബംഗ്ലാദേശുമായിട്ടുള്ളത്. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് ഈ ഒരു ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ 43rd ആൻസർ B ആണ് വരുന്നത്. 44th ക്വസ്റ്റ്യൻ എന്താ? ഫ്രം ഹൗ മെനി ഓഫ് ദി എബോവ് സോഴ്സസ് ദ സ്പീക്കർ ഓഫ് ലോക്സഭ ഡിറൈവ്സ് ഹിസ് ഓർ ഹെർ പവേഴ്സ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡെഫിനറ്റ്ലി യെസ്. പാർലമെൻ്ററി കൺവെൻഷൻസ് ഓഫ് കോഴ്സ്. റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ. ശരിയാണ്, ലോക്സഭയാണ് സ്പീക്കറാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്നും പുള്ളിക്ക് അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ പവേഴ്സ് അവിടെ നിന്നാണ് വരുന്നത്. 44th ആൻസർ C ആണ് വരുന്നത്. ഓക്കെ, 45th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഇലക്ഷൻസ് എ ലിസ്റ്റ് ഓഫ് നാഷണൽ പാർട്ടീസ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. അത് ശരിയാണല്ലേ? നമ്മൾ നാഷണൽ പാർട്ടീസ് ചില പാർട്ടീസ് ചിലപ്പോൾ ആഡ് ചെയ്യപ്പെടാം, ചില പാർട്ടീസ് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെടാം, പല കാര്യങ്ങൾ നടക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫ്രം ടൈം ടു ടൈം റെക്കഗ്നൈസസ് 6 പാർട്ടീസ് വിത്ത് ഹയസ്റ്റ് വോട്ട് ഷെയർസ് ഇൻ ദി ലാസ്റ്റ് ജനറൽ ഇലക്ഷൻസ് ആസ് നാഷണൽ പാർട്ടീസ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇത് തെറ്റാണ്. കാരണം അങ്ങനെയല്ല, ആ ഒരു ക്രൈറ്റീരിയയുടെ പുറത്തല്ല നമ്മൾ നാഷണൽ പാർട്ടികളെ അസൈൻ ചെയ്യാറുള്ളത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് വരുന്നത്. സോ എങ്ങനെയാണ് നാഷണൽ പാർട്ടീസിനെ സെലക്ട് ചെയ്യുന്നത്? സ്റ്റേറ്റ് പാർട്ടീസിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഈ നാഷണൽ പാർട്ടീസും സ്റ്റേറ്റ് പാർട്ടീസും ആയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നാമത് ലക്ഷ്മികാന്തിൻ്റെ ബേസിക് കോർന്ന് വായിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കീയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നാണെങ്കിലും അത് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എലക്ഷൻ ഇയർ ആയതുകൊണ്ട് തന്നെ എലക്ഷൻ എന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഹൈ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ചിലപ്പോൾ വന്നില്ല എന്ന് വരാം, പക്ഷെ നമ്മൾ ഒരിക്കലും അത് പഠിക്കാതെ പോകരുത്. 46 ക്വസ്റ്റ്യൻ എന്താണ്? NCCനെ പറ്റിയിട്ടാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് പണ്ഡിറ്റ് HN കുൻസ്രു കമ്മിറ്റി ഇൻ 1948 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയനാഥ് കുൻസ്രു ആണ് അത് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രൈ സർവീസ് ഓർഗനൈസേഷൻ വിത്ത് ആൻ ആർമി, നേവി ആൻഡ് എയർ വിങ്. എയർ ഫോഴ്സ് വിങ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഈസ് ദ മോട്ടോ ഓഫ് NCC. സോ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് NCCനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. തേർഡ് വൺ ആൻഡ് ഫസ്റ്റ് വണ്ണും ഇവിടെ ഫാക്ച്വലി ശരിയാണ്. 46th ആൻസർ വരുന്നത് C ആണ്. ഓൾ 3 ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 47th ക്വസ്റ്റ്യൻ. വിച്ച് among the following provisions of Indian polity shows its ഫെഡറൽ ക്യാരക്ടർ? അപ്പോൾ ഫെഡറൽ ക്യാരക്ടർ കാണിക്കുന്നത് ഏതൊക്കെ പ്രൊവിഷൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൺലൈക്ക് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ കനോട്ട് ഗീവ് എ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്
അതർ ദാൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു ഒറ്റ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഫെഡറൽ ക്യാരക്ടർ അല്ല. ഇത് തെറ്റാണ്. ഡിസിഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ആർ ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതും തെറ്റാണല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരിക്കലും ഫെഡറൽ നേച്ചറിനെ കാണിക്കുന്നില്ല. ഓൺലി രാജ്യസഭ ക്യാൻ എനേബിൾ ത്രൂ എ റെസൊല്യൂഷൻ പാർലമെൻറ്റ് ടു മേക്ക് ലോസ് ഓൺ സബ്ജക്ട്സ് ഓഫ് സബ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, ലോക്സഭയ്ക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഹാവ് നോ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതും ഫെഡറൽ നേച്ചറിനെ കാണിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അതായത് രാജ്യസഭ ബീയിങ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അവർക്ക് മാത്രമാണ് ഇങ്ങനൊരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുക, ലോക്സഭയ്ക്ക് ഒരിക്കലും അത് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ഫെഡറൽ ക്യാരക്ടറിനെ കാണിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്. 48 ക്വസ്റ്റ്യൻ നോക്കാം. NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1993 ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. അത് ശരിയാണെന്ന് നമുക്കറിയാമല്ലോ. ആദ്യം ഒരു ആക്ട് ഓഫ് പാർലമെൻ്റ് ആയിട്ട് വന്നു, പിന്നെ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് റീകളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 2, സുപ്രീം കോർട്ട് ഇൻ ഇന്ദിരാ സോനി ജഡ്ജ്മെൻറ്റ് ആസ്ക്ഡ് ദി സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് എ ബോഡി ടു എക്സാമിൻ കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദ ലിസ്റ്റ് ഓഫ് OBCs. അപ്പം ഈ ഒരു ഇന്ദിരാ സോനി ജഡ്ജ്മെൻറ്റ് വന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് NCBC എന്ന് പറയുന്ന ഒരു ബോഡി അന്ന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പാർലമെൻറ്റ് കൊണ്ടുവന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. 48ൻ്റെ ആൻസർ A ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഈ 49th ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. Which one of the following categories of fundamental rights incorporates protection in respect of conviction for offences എന്ന് പറയുന്നുണ്ട്. അപ്പോൾ conviction for offences എപ്പോഴും വരുന്നത് എവിടെയാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ ഒരിക്കലും വരില്ല അല്ലേ. അത് 23ഉം 24ഉം ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്താണ്? 32 ആണ് വരുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എവിടെയാണ് വരുന്നത്? 14 തൊട്ടിട്ട് 18 വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊന്നും ഈ ഒരു കൺവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നില്ല. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 49ൻ്റെ A, റൈറ്റ് ടു ഫ്രീഡം ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. 50th ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് റെഫറൻസ് ടു ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദി എലക്ഷൻ ടു ലോക്സഭ, എ കാൻഡിഡേറ്റ് has to make a security deposit of 25,000 rupees to the Election Commission of India എന്ന് പറയുന്നുണ്ട്. A candidate will get his security deposit back only if he or she secures 1/6 of total valid votes polled in that constituency എന്ന് പറയുന്നുണ്ട്. In 2019 Lok Sabha elections, more than half of the total candidates got their deposit back എന്ന് പറയുന്നുണ്ട്. If a candidate is contesting from 2 constituencies, he or she cannot claim the return of deposits from both the constituencies. ഓക്കെ, ഇവിടെ ഇതൊരു കമ്പാരിറ്റീവ്ലി ഇതൊരു എന്താ പറയുക നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു ഫാക്ച്വൽ നേച്ചർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. 25,000 ആണ് ലോക്സഭ ഇലക്ഷനിൽ വരുന്നത്. പിന്നെ 1/6 സീറ്റ് കിട്ടിയാലാണ് 1/6 ഓഫ് ദ ടോട്ടൽ പോൾഡ് വോട്ട് കിട്ടിയാലാണ് ഇവർക്ക് അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ച് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇവിടെ നിയർലി 80% ആളുകൾക്ക് അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടിയില്ല 2019 ലോക്സഭ ഇലക്ഷൻസിൽ. 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് വരുന്നത്. കാരണം 2ഉം 3ഉം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നത് ഡിസ്കറേജ് ചെയ്യാനെന്നോണം ഒരിക്കലും അവർക്ക് 2ൽ കൂടുതൽ സ്ഥലത്തു നിന്ന് അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ക്ലോസും ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നുണ്ട്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ആൻസർ വരുന്നത് C ആണ് വരുന്നത്. 50th ആൻസർ C ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഏരിയാസും അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൽ വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസും മാത്രം ചെയ്ത് ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്താൽ പോലും
നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ട ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ചോദ്യങ്ങളാണ് ഫസ്റ്റ് 50 കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി മുന്നോട്ടുള്ളൊരു 42 ഡേയ്സ് എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ആ ഒരു കാര്യം ബേസ് ചെയ്തിരിക്കേണ്ടത് നിങ്ങളുടെ റിവിഷനിലും നിങ്ങളുടെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു നോട്ടിൽ നമുക്ക് ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. So let us continue our discussion with the final 50 questions. So moving on to the 51st question. 51st question reads, judges should tell if there is one. They should not make if there is none. The sentiment of this court best aligns with option A, judicial restraint, option B, judicial activism, option C, judicial review, option D, independence of judiciary. So ഈ particular statement വായിക്കുമ്പോൾ ജഡ്ജസ് ഷുഡ് ടെൽ ഇഫ് ദർ ഈസ് വൺ, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് മാത്രമേ ജഡ്ജസ് നോക്കാവുള്ളൂ. ദേ ഷുഡൻ മേക്ക് ഇഫ് ദർ ഈസ് നൺ, അതായത് ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യരുതെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു എസൻസ് ആയിട്ട് കിട്ടുന്നത്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ജുഡീഷ്യൽ റീസ്ട്രെയിൻറ്റ്, ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. സോ ഇതിൽ മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ എ ആയിരിക്കും തോന്നുന്നത് അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജ് അവർ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ ഒരു കേസിൻ്റെ ബേസിസിൽ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയനൊക്കെ ഉണ്ടാക്കി. സോ ആ ഒരു പർട്ടിക്കുലർ കോണ്ടക്സ്റ്റിലും ജുഡീഷ്യൽ റീസ്ട്രെയിൻറ്റ്, അതായത് ലെജിസ്ലേച്ചറിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ പവേഴ്സിലോട്ട് ജുഡീഷ്യറിയുടെ എൻക്രോച്ച്മെൻറ്റ്, ആ ഒരു പർട്ടിക്കുലർ ഐഡിയ കൺവേ ചെയ്യുന്നത് ജുഡീഷ്യൽ റീസ്ട്രെയിൻറ്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ്. Okay, so 51st question, the answer is option A. So moving on to the 52nd question. 52nd question is about Indian Evidence Act. Okay, consider the following statement regarding Indian Evidence Act. Statement 1, when primary evidences are available, secondary evidences are not admissible in the court. Okay, നമുക്ക് അറിയാവുന്നില്ലയോ നോക്കാം. Second statement, a photocopy of a birth certificate cannot be presented as primary evidence of the original even when it can be proved that it is a copy of original document. Statement 3, the Act provides the definition and the kinds of documents that can be produced as secondary evidences. How many of the statements given above is or are correct എന്നാണ് പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ദ ആക്ട് പ്രൊവൈഡ്സ് ദ ഡെഫിനിഷൻ ആൻഡ് കൈൻഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ആസ് സെക്കൻഡറി എവിഡൻസ് എന്നുള്ളത് മോസ്റ്റ് ലോജിക്കലി ആലോചിച്ചാൽ ശരിയായിരിക്കും. കാര്യം ആ പർട്ടിക്കുലർ ആക്ട് തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ക്രിമിനൽ കോഡ്സ് റീഫോം ചെയ്ത് 3 പുതിയ ലോസ് പാസ്സാക്കിയിട്ടുണ്ട്. ജൂലൈ 1 തൊട്ട് അതായിരിക്കും വരുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്സ് പുതിയ ആക്ടിലും വലിയ ചേഞ്ചസ് ഇല്ല. സോ ഈ ഒരു നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ബെയിലായാലും അല്ലെങ്കിൽ പ്രിസൺസ് ആയാലും ഒക്കെ ലോസ് ബേസ് ചെയ്താണെങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 2-3 വർഷത്തെ പ്രിലിംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മോസ്റ്റ് ലൈക്ലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗീവൻ ഇതൊരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ളതായതുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെയാണ് എവിഡൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എവിഡൻസസ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് എവിഡൻസ് ആകുന്നത്, അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നൊക്കെ ഒബ്വിയസ്ലി അതിൽ മെൻഷൻ ചെയ്യണം അല്ലേ. ഓക്കെ, ഇപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. ഇനി വെൻ പ്രൈമറി എവിഡൻസസ് ആർ അവൈലബിൾ, സെക്കൻഡറി എവിഡൻസ് ആർ നോട്ട് അഡ്മിസിബിൾ ഇൻ ദ കോർട്ട്. കുറച്ച് ഫാക്ച്വലാണ്, ബട്ട് ആക്ച്വലി അത് കറക്റ്റ് ആണ്. വെൻ പ്രൈമറി എവിഡൻസസ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ സെക്കൻഡറി എവിഡൻസസ് കോർട്ടിൽ അഡ്മിസിബിൾ അല്ല. A photocopy of a birth certificate cannot be presented as primary evidence of the original even when it can be proved that it is the copy of original document. അതും ആക്ച്വലി ശരിയാണ്. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ കീഴിൽ ശരിയാണ്. സോ നിങ്ങളിവിടെ ചെയ്യേണ്ട എക്സ്ട്രാ അഡീഷൻസ് എന്ന് പറയുന്നത് ക്രിമിനൽ റീഫോംസ്, ക്രിമിനൽ ലോസ് കോഡ്സ് റീഫോം വന്നത് അറിയാം. ഒക്കെ തന്നിട്ടുള്ള പുതിയ ലോസിൽ പഴയ ലോസിനെ അപേക്ഷിച്ച് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് വന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ പുതിയ ആ ഒരു പർട്ടിക്കുലർ 3 കോഡ്സിൻ്റെ ക്യാരകളെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. സോ ഈ പർട്ടിക്കുലർ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് തന്നെ 52nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓൾ 3, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. മൂവിങ് ഓൺ ടു ദ 53rd ക്വസ്റ്റ്യൻ, സ്പോർട്സ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടെന്നീസ് എന്നുള്ള ആ ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ദ ഫ്രഞ്ച് ഓപ്പൺ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സ്ലാം played on clay. Rohan Bopanna is the oldest man to reach world number 1 in tennis rankings. Arya Sabalenka
Aryana Sabalenka is the first neutral Grand Slam champion in tennis history? Option D, Novak Djokovic is the only player to win all 4 Grand Slams in a single calendar year. Okay, ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടെന്നീസ് എന്നുള്ളൊരു ഗെയിമിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ശരിയാണെന്നറിയാം. കാര്യം തന്നിട്ടുള്ള 4 ഗ്രാൻഡ് സ്ലാമുകൾ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. സോ ഈ 4 ഗ്രാൻഡ് സ്ലാംസിൽ ക്ലേയിൽ കളിക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ മാത്രമാണെന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിനെ ഫോളോ ചെയ്യുന്ന സ്പോർട്സ് എന്തൂസിയാസ്റ്റിന് അറിയായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒള്ളി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ഇതിനി എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിച്ച് എലിമിനേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചെയ്തവരുണ്ടാവാം. ബട്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, റോഹൻ ബപ്പണ്ണ ഈസ് ദ ഓൾഡസ്റ്റ് മാൻ ടു റീച്ച് വേൾഡ് നമ്പർ 1 ഇൻ ടെന്നീസ് റാങ്കിങ്സ്. ഇന്ത്യൻ പ്ലെയർ ആണ്. ആക്ച്വലി ഇതും കറക്റ്റാണ്. ഡബിൾസ് റാങ്കിങ്ങിൽ വേൾഡ് നമ്പർ 1 ആയതിലൂടെ റോഹൻ ബൊപ്പണ്ണ ഓൾഡസ്റ്റ് മാൻ ടു റീച്ച് ദാറ്റ് പൊസിഷൻ ആയിട്ടുണ്ട്. ഈ തേർഡ്, അരിയന സബലങ്ക ഈസ് ദ ഫസ്റ്റ് ന്യൂട്രൽ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ. അപ്പം ന്യൂട്രൽ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്താണെന്ന് അറിയണം അല്ലേ? അപ്പം റഷ്യ ഉക്രൈൻ്റെ ഇൻവേഷന് ശേഷം ബെലാറസ് റഷ്യൻ പ്ലെയേഴ്സിന് ആക്ച്വലി ഒരു ബാൻ വന്നതോടുകൂടി അവരുടെ കൊടിക്ക് കീഴിലല്ലാതെ ന്യൂട്രൽ രീതിയിലാണ് ഈ പെർട്ടിക്കുലർ ഗെയിമിൽ ഗ്രാൻഡ് സ്ലാംസിലൊക്കെ മത്സരിച്ചിരുന്നത്. അതിൽ ഒരു ബെലാറസിനായിട്ടുള്ള അരിയാന സബലങ്ക വിന്നർ ആവുകയുണ്ടായി. സോ ടെന്നീസ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ന്യൂട്രൽ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുന്നതും ന്യൂസിലുണ്ടായിരുന്നതാണ്. സോ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ്സും ആക്ച്വലി കറക്റ്റാണ്. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്കറിയാം, നൊവാക്കിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയ റെക്കോർഡ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ബട്ട് പുള്ളിക്ക് ഇതുവരെ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡെന്ന് പറയുന്നത് ഒരു കലണ്ടർ ഇയറിൽ, ഒരു സിംഗിൾ കലണ്ടർ ഇയറിലെ 4 ഗ്രാൻഡ് സ്ലാംസും ജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഫോർത്ത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ തെറ്റായ ഓപ്ഷൻ. സോ 53rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മൂവിങ് ഓൺ ടു ദ 54th question. 54th question, consider the following statements: wealth tax, inheritance tax, estate duty, securities transaction tax. 5th, gift tax. How many of the above taxes are not collected from Indians currently എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പെർട്ടിക്കുലർ ഇൻഹെറിറ്റൻസ് ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ ന്യൂസിൽ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒബ്വിയസ്ലി വെൽത്ത് ടാക്സ് ആക്ച്വലി ഉണ്ടായിരുന്നു 2015 സംതിങ്ങിന് ശേഷം. അത് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ആക്ച്വലി ഒരു സർചാർജ് ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. ഡിറക്റ്റ് വെൽത്ത് ടാക്സ് ഇപ്പോൾ ഇന്ത്യയിൽ ലെവി ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഇല്ല എന്നറിയാം. ഇൻഹെറിറ്റൻസ് ടാക്സും അബോളിഷ് ചെയ്യപ്പെട്ടു, എസ്റ്റേറ്റ് ഡ്യൂട്ടിയും അബോളിഷ് ചെയ്യപ്പെട്ടു, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അതിപ്പോഴും ഉണ്ടല്ലേ, ഗിഫ്റ്റ് ടാക്സും അബോളിഷ് ചെയ്യപ്പെട്ടു. സോ ഇതിൽ ഫോർത്ത് ഓപ്ഷൻ ഒഴിച്ച്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അബോളിഷ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 4 വരുന്ന ഓൾറെഡി ഇത് പഴയ മോഡലിലെ നമുക്ക് എലിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ our answer will be 1, 2, 3, 5. That is option D. But dividend distribution tax recently അതായത് ടാക്സ് സ്ലാബുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലും നിങ്ങൾ ഈ പെർട്ടിക്കുലർ ടാക്സസ് ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്ന ഇൻഫോർമേഷൻസ് ഈ 2015 മുമ്പുള്ള ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വെൽത്ത് ടാക്സ് ഉണ്ടെന്ന് കൺഫ്യൂസ്ഡ് ആയേക്കാം. എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 55th question. Consider the following statements regarding Consider the following statements regarding near money. They refer to highly liquid assets that can be easily converted to cash എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. Foreign currencies and certificate of deposits can be considered as near money. Select the correct statement using the code given below. 1 only, 2 only, both 1 and 2, neither 1 nor 2. Okay, near money, something which is closely resembles money എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പോൾ ദേ ക്യാൻ റെഫർ ടു ഹൈലി ലിക്വിഡ് അസെറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്. നമുക്കറിയാം ക്യാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റി ആണല്ലേ. ഓക്കെ, സോ ദേ റെഫർ ടു ഹൈലി ലിക്വിഡ് അസെറ്റ്സ് എന്നുള്ള ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഫോറിൻ കറൻസീസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് നിയർ മണി. അത് കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും അത്
ഫാക്ച്വലാണ്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ബോത്ത് 1 and 2. സോ ആ നിയർ മണി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. മൂവിങ് ഓൺ ടു ദ 56th question. Consider the following items: petroleum products, gems and jewelry, engineering goods, organic and inorganic chemicals. Arrange the following statements in the decreasing order of exports. Okay, decreasing order of exports ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എക്സ്പോർട്ട് ടാർഗറ്റ്സ് ഉണ്ടല്ലേ, നമ്മുടെ ട്രേഡ് പോളിസി പ്രകാരം നമുക്ക് 2013 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 1 ബില്യൺ ഗുഡ്സ് ആൻഡ് 1 ബില്യൺ സർവീസ് എക്സ്പോർട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിൽ നമുക്കൊരു എക്സ്പോർട്ട് ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, സോ എക്സ്പോർട്സ് എന്നുള്ളത് ആക്റ്റീവ്ലി പേഴ്സ്യൂ ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. സോ 56 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഫാക്ച്വലാണ്. ഈ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ആക്ച്വലി 2 ഓപ്ഷൻസിൽ ഈ 3ഉം 1ഉം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ ഫേസ്റ്റിൽ തന്നെ. സോ ചിലപ്പോൾ അത് ശരിയാനുള്ള ചാൻസസ് ചിലർ അങ്ങനെ ആയിരിക്കും അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 എന്ന് പറയുന്നത് ഏതാണ്? എഞ്ചിനീയറിംഗ് ഗുഡ്സ് is the most exported one. Second is petroleum products. Okay, actually അത് രണ്ടും കറക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ആണ്, തേർഡ് വരുന്നത് ജെംസ് ആൻഡ് ജ്വല്ലറിയും, ആൻഡ് ഫോർത്ത് വരുന്നത് ഓർഗാനിക് ഇനോർഗാനിക് കെമിക്കൽസും ആണ്. സോ നിങ്ങൾ നമ്മുടെ ഈ വർഷം എന്തായാലും എക്കണോമിക് സർവേ ഇല്ലായിരുന്നു, അതിനിപ്പം ഫുൾ ബജറ്റ് ഇലക്ഷന് ശേഷം വന്നതിന് ശേഷമേ കാണത്തുള്ളൂ. സോ ആ ഒരു പെർട്ടിക്കുലർ എക്കണോമിക് റിവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ എക്കണോമിക് റിവ്യൂവിലെ ബോക്സസും മറ്റും ഒന്ന് നോക്കുക. ജസ്റ്റ് ബോക്സസ്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഡേറ്റയൊക്കെ ഒന്ന് നോക്കുക. എക്സ്പോർട്ടഡ് പ്രോഡക്ട്സും മറ്റുമൊക്കെ അഗ്രികൾച്ചർ പ്രോഡക്ട്സും പ്രൊഡക്ഷനും ഒക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. മഗപ്പ് ചെയ്യേണ്ട, അതിൻ്റെ ഡേറ്റ ഒന്ന് മഗപ്പ് ചെയ്തില്ലെങ്കിലും ഏതാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, ടോപ്പ് 5 ഏതൊക്കെയാണ്, ടോപ്പ് 5 എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന അഗ്രികൾച്ചർ കൊമോഡിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെയുള്ള അങ്ങനത്തെയൊക്കെ ജസ്റ്റ് ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. സോ 56th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Moving on to the 57th question. Consider the following statement with respect to Serious Fraud Investigation Office SFIO recently seen in the news. It is a statutory body set up under Ministry of Finance. SFIO is set up for detecting and prosecuting or recommending for prosecution white collar crimes or frauds. SFIO can take up investigation in public interest. How many of the above statements are correct എന്നാണ് particular questionൽ ചോദിച്ചിരിക്കുന്നത്. So ഈ 57th questionലെ first statement is actually wrong അല്ലേ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കോർപ്പറേറ്റ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളൊരു ഏജൻസിയാണ്. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലല്ല, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലാണ്. ദോ ഈ 2 മിനിസ്ട്രിയും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പർട്ടിക്കുലർ മിനിസ്റ്റർ ആണെങ്കിലും ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. SFIO is set up for detecting and prosecuting or recommending for prosecution white collar crimes and frauds. ആക്ച്വലി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശരിയാണ്. പബ്ലിക് ഇൻട്രസ്റ്റിലും ഇൻവെസ്റ്റിഗേഷൻസ് ടേക്കപ്പ് ചെയ്യാം. അപ്പോൾ 2 and 3 കറക്റ്റ് ആണ്. സോ 2 statements ആർ കറക്റ്റ്. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. സോ ഇൻഡിവിജ്വൽസിനെതിരെ SFIO കേസ് എടുക്കാറില്ല. കോർപ്പറേറ്റ് ഫ്രോഡുകളാണ് കൂടുതലും SFIO ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 58th question. 58th question reads, consider the following statements with respect to National Urban Cooperative Finance and Development Corporation Limited. It is an umbrella organization set up for the development of urban cooperative banks. Okay, National Urban Cooperative Finance and Development. So urban cooperative. Okay, മോസ്റ്റ് കോറിലേറ്റിംഗ് ആയിട്ടുള്ള ആ വേർഡിൽ നിന്ന് തന്നെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് ശരിയായിരിക്കും, ഫസ്റ്റ് ശരിയാണ്. ഓക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ന്യൂലി സെറ്റപ്പ് ചെയ്ത ഒരു ബോഡിയാണ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, ദിസ് ഓർഗനൈസേഷൻ വാസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് NS വിശ്വനാഥൻ കമ്മിറ്റി. ഓക്കെ, ഇങ്ങനെ കമ്മിറ്റീസ്, പ്രത്യേകിച്ച് ഫിനാൻസിൽ നിങ്ങൾ ഒരുപാട് കമ്മിറ്റീസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓരോ റിഫോംസിനും ഓരോ കമ്മിറ്റീസ് കാണും. ഈ പർട്ടിക്കുലർ എൻറ്റിറ്റി ഫോം ചെയ്തിരിക്കുന്നത് NS വിശ്വനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ബേസിസ് തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ RBI ആസ് എ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. അതും ശരിയാണ്. സോ 58th ക്വസ്റ്റ്യൻ്റെ ആൻസർ all 3 ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ 59th question. Consider the following statements with reference to Central Warehousing Corporation. It aims to provide reliable, cost-effective, value-added, integrated warehousing and logistic solutions in a socially responsible and environment-friendly manner. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഓക്കെ, വെയർഹൗസിങ് പ്രത്യേകിച്ച് ഇതൊരു പബ്ലിക് സെക്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോഷ്യലി റെസ്പോൺസിബിളൊക്കെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി
ഒക്കെ റൈറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് വെയർ ഹൗസിംഗ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊഡക്ട്സ്. ഇമ്പോർട്ടിനും എക്സ്പോർട്ടും ചെയ്യുന്ന പ്രൊഡക്ട്സിനും വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ നൽകാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. മഹാരത്ന എന്ന് പറയുന്നത് ഏതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ, അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിൽ പെടുന്നതല്ല, ഇത് ആക്ച്വലി നവരത്നയാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ്. സോ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി, ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഇൻ ദിസ് 59th ക്വസ്റ്റ്യൻ. Moving on to the 60th question. Which of the following statements is correct with respect to special safeguards mechanism of WTO, that is World Trade Organization? It is a mechanism that allows developed countries to impose tariff on agriculture commodities imported from developing countries. It is a mechanism that allows developing countries to impose tariffs on agriculture commodities that are injurious to domestic farmers. It is a mechanism that allows developed countries to impose tariff on all commodities imported from developing countries. It is a mechanism that allows developing countries to impose tariffs on all commodities imported from developed countries. So, എന്തോ ഒരു പർട്ടിക്കുലർ മെക്കാനിസം ആണ് സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം. സോ അത് വിത്ത് റെസ്പെക്ട് ടു ഡെവലപ്ഡ് നേഷൻസ് ആണോ ഡെവലപ്പിംഗ് നേഷൻസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്പെഷ്യൽ സേഫ് ഗാർഡാണ്. സോ സ്പെഷ്യലാണ്. യൂഷ്വലി എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന സേഫ് ഗാർഡ് മീൻസ് വേർഡ് ഡീകൺസ്ട്രക്ഷനോട് നിങ്ങൾ എങ്ങനെ ചിലപ്പോൾ ആൻസറിൽ എത്തിയെന്നായിരിക്കും ഞാൻ ഒന്ന് അസ്യൂം ചെയ്യുന്നത്. സ്പെഷ്യൽ സേഫ് ഗാർഡാണ്. അപ്പോൾ യൂഷ്വലി എല്ലാത്തിലും ആയിരിക്കത്തില്ല, കുറച്ച് കാര്യങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഒരു സേഫ് ഗാർഡ് ആയിരിക്കും. സോ ഈ ഓൾ കൊമോഡിറ്റീസ് എന്ന് പറയുന്ന ഈ സിയും ഡിയും റോങ് ആവാനാണ് ചാൻസ്. ഇനി 1ലും 2ലും നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഡെവലപ്പിംഗ് കൺട്രീസ് ടു ഇമ്പോസ് താരിഫ്സ് ഓൺ അഗ്രികൾച്ചർ കൊമോഡിറ്റീസ് ദാറ്റ് ആർ ഇൻജൂറിയസ് ടു ഡൊമസ്റ്റിക് ഫാർമേഴ്സ്. അതായത് ഇവിടെ ഒരു സേഫ് ഗാർഡ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ടല്ലേ, അതായത് അതാത് ഡെവലപ്പിംഗ് നേഷൻസിലെ ഫാർമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ മെക്കാനിസമാണ് സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇത് പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിങ്ങിന് ഒരു ഫൈനൽ എൻഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് റീസെൻ്റ്ലി നടന്ന മിനിസ്ട്രിയൽ കോൺഫറൻസിലൊക്കെ WTO മിനിസ്ട്രിയൽ കോൺഫറൻസിലൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ബേസിസിൽ ഈ സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല 30 ഇയർ ഓഫ് മരക്കേഷ് എഗ്രിമെൻ്റ് ആണ് WTO ഫോം ചെയ്ത ഈ 2024 ഏപ്രിൽ ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ WTO ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. 100% ഉറപ്പ് പറയുകയല്ല, ബട്ട് സ്റ്റിൽ 30 ഇയേഴ്സ് ഓഫ് മരക്കേഷ് എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് WTO എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, 61st ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, the public tech credit platform of RBI enables faster disbursal of loans to various sectors. It allows governments, banks, credit information companies and digital identity authorities to share information. Okay, assertion reason type question ആണ്. Which one of the following is correct in respect of above statements ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, public tech credit platform, okay, of RBI enables faster disbursal of loans to various sectors. ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ശരിയാകാൻ ചാൻസസ് കൂടുതലാണ് അല്ലേ. ഇറ്റ് അലൗസ് ഗവൺമെൻറ്റ്സ്, ബാങ്ക്സ്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് ആൻഡ് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി അതോറിറ്റീസ് ടു ഷെയർ ഇൻഫർമേഷൻ. ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പബ്ലിക് ആണെന്നും പറയുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും മോസ്റ്റ്ലി കറക്റ്റാണ് ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി കറക്റ്റാണ്. മാത്രമല്ല ഫാസ്റ്റർ ഡിസ്പേഴ്സൽ, അതായത് നിങ്ങൾ പറയും ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് എന്ന് പറയും. അതായത് ഈസ് ഓഫ് ക്രെഡിറ്റ് ഡിസ്പേഴ്സൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പെർട്ടിക്കുലർ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള ആൾക്ക് വിത്തിൻ മിനിറ്റ്സ് ലോൺസും മറ്റും ആക്സസ് ചെയ്യാൻ വേണ്ടി പൈലറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോജക്റ്റാണിത്. ഓക്കെ, നമ്മുടെ UPI പോലെയൊക്കെ തന്നെ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് പൈലറ്റ് ചെയ്യപ്പെടുന്ന, ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, ഇൻ പൈലറ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are correct and statement 2 is the right explanation for statement 1. Okay. 62nd question. Consider the following statement with respect to credit information companies. Credit information companies are under the regulatory purview of RBI. They are governed by Banking Regulation Act 1949. They collect and maintain financial data provided by the lenders. Okay, credit information companies.
ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഓൾറെഡി ഒരു പ്രാവശ്യം പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിനെ കുറിച്ച് ഉള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസ് അറിയാമെങ്കിൽ ഈസിലി ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവർ റെഗുലേറ്ററി പെർവ്യൂ ഓഫ് RBIക്ക് കീഴിലാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ആൻഡ് ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദേ ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ്. ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിന് 2005 ഒരു ആക്ട് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഫസ്റ്റ് ഈസ് കറക്റ്റ്. ദേ കളക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ ഡാറ്റ പ്രൊവൈഡഡ് ബൈ ദ ലെൻഡേഴ്സ്. ദാറ്റ് ഇസ് ഓൾസോ ട്രൂ അല്ലേ. എക്സ്പീരിയോൺ പോലെയുള്ള നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. 62nd ക്വസ്റ്റിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ഓപ്ഷൻ ബി only 2 is the right answer. 63rd question, consider the following statement with respect to Udgam portal by RBI. Okay, portal based ഉള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. It facilitates the registered users to search unclaimed deposit across multiple banks at one place in a centralized manner. Okay, UDGAM portal എന്താണെന്ന് ന്യൂസിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് അറിയായിരിക്കും. ഓൾ ദ എക്സിസ്റ്റിംഗ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ പാർട്ട് ഓഫ് ദ ഉദ്ഗാം പോർട്ടൽ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ എക്സിസ്റ്റിംഗ് ബാങ്ക്സ്. ഓക്കെ, ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു പോർട്ടലാണ്, അതിൽ എല്ലാ എക്സിസ്റ്റിംഗ് ബാങ്ക്സും ഉണ്ടെന്നാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാണ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെറ്റിൽ ദ ക്ലെയിം യൂസിങ് ദ പോർട്ടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ജസ്റ്റ് സെർച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ എവിടെയൊക്കെയാണ് നമ്മുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഉള്ളതെന്ന്. അതിൻ്റെ പെർട്ടിക്കുലർ സെറ്റിൽമെൻ്റ് ഒക്കെ ആ പർട്ടിക്കുലർ ബാങ്ക് വഴി മാത്രമേ നടക്കത്തുള്ളൂ. ഈ പോർട്ടലിലൂടെ അത് സാധ്യമല്ല. ജസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഫസ്റ്റും കറക്റ്റാണ്. ഓൾ എക്സിസ്റ്റിംഗ് ബാങ്ക്സ് ആയിട്ടില്ല. സോ സെക്കൻഡ് ഈസ് റോങ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി only 2. Okay. Consider the following entities: Deposit Insurance Credit Guarantee Corporation, National Housing Bank, Housing Finance Companies, Asset Reconstruction Companies, Urban Cooperative Banks, Credit Rating Agencies. Okay, how many of the entities given above are regulated by RBI എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സെബി ആണെന്ന് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ 6 പോയി. ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, യെസ്, അത് RBI തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഒബ്വിയസ്ലി ഹൗസിംഗ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്കിനെ ഈ പർട്ടിക്കുലർ RBI തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. കാര്യം നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉള്ളപ്പോൾ RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബട്ട് അത് റീസെൻ്റ്ലി കുറച്ച് നാൾക്ക് മുമ്പ് അതിൻ്റെ റെഗുലേറ്ററി പവേഴ്സ് നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നിന്നും ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിൻ്റെ റെഗുലേഷൻ. കാര്യം ഒരുപാട് DHFL പോലെ അല്ലെങ്കിൽ IF ലൈക്ക് ഒരുപാട് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ബസ്റ്റ് ആയിരുന്നു. ഓക്കെ, ആ ഒരു കേസിൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിൻ്റെ റെഗുലേറ്ററി പെർവ്യൂവും നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നിന്ന് RBIയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു. ഓക്കെ, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ഒക്കെ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസിലുള്ളതാണ്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് സർഫേസി ആക്ടിന് കീഴിലാണ് അവർ ഫോം ചെയ്തിട്ടുള്ളത്. സോ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസും കറക്റ്റാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും കറക്റ്റാണ്. ഓക്കെ, 1, 2, 3, 4, 5 5 RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി only 5. 65th question, with reference to Indian economy, consider the following statements: by decreasing tax rate, reducing government expenditure, sales of shares in public sector enterprises, increasing subsidies in infrastructure projects. How many of the above are possible ways to reduce government deficit എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് എക്കണോമിക് ക്വസ്റ്റ്യൻ ആണ്. ഈസിലി ഗവൺമെൻറ് ഡെഫിസിറ്റ് എന്താണെന്നും ഏതൊക്കെയാണ് ഡെഫിസിറ്റ് കൂട്ടുന്നത് കുറയ്ക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസിലി ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡെഫിസിറ്റ് പിന്നെ കൂടത്തല്ലേ ഉള്ളൂ. ഓക്കെ, reducing government expenditure, okay. Sale of shares in public sector enterprise, okay. Increasing subsidies in infrastructure projects, no. Subsidies കൂട്ടിയാൽ എക്സ്പെൻഡിച്ചർ വീണ്ടും കൂടത്തേ ഉള്ളൂ അല്ലേ. ഓക്കെ, സോ 65th ക്വസ്റ്റ്യനിൽ ഡിക്രീസിങ് ടാക്സ് റേറ്റും സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടറും മാത്രമാണ്. ഓക്കെ, റെഡ്യൂസിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് എൻ്റർപ്രൈസസും ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ only 2 is our റൈറ്റ് ആൻസർ ഫോർ 65th ക്വസ്റ്റ്യൻ. ഇനി 66th ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പർച്ചേസിംഗ് പവർ പാരിറ്റി എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ്. ഇൻഫ്ലേഷൻ ആണോ
അതോ ഓവറോൾ GDP ആണോ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണോ, അതോ പ്രൈസസ് ഓഫ് ബാസ്ക്കറ്റ്സ് ഓഫ് സിമിലർ ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. 66 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ? Consider the following statements with respect to cost to push inflation. It is caused by a rise in the cost of factors of production such as labor, raw materials or energy. It can lead to a decrease in the purchasing power of consumers. Okay, രണ്ടും കറക്റ്റ് ആണ്. It occurs when aggregate demand increases to exceed the aggregate supply. അത് ആക്ച്വലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ് അല്ലേ? സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓൺലി 2. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ ഫോർ 67th ക്വസ്റ്റ്യൻ. ഇനി 68th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ consider the following statements. Statement 1, selling government bonds in the open market decreases money supply and stimulates economic activity. Statement 2, open market operations are carried out by central banks to control short term interest rates ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി കറക്റ്റ് ആണ്. ബട്ട് ഈ പറയുന്ന ഗവൺമെൻറ് ബോൺസ് ഷെല്ല് ചെയ്ത് മണി സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനല്ല, റാദർ ഇൻഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യാനായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഈ സ്റ്റിമുലേറ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള ഒരു പാർട്ട് റോങ് ആണ്. 68th ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഈസിലി ഐഡൻറ്റിഫൈബിൾ ആയി. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി ഫോർ 68th ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദ 69th ക്വസ്റ്റ്യൻ. സോ ഇനി എക്കണോമിക് ക്വസ്റ്റ്യൻ മാറി അടുത്ത ഒരു ഭാരതരത്ന ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Consider the following statement with regard to Bharat Ratna awards. The award does not carry any monetary grant. Okay, recently നമുക്കറിയാം ആക്ച്വലി 5 പേർക്ക് ഈ വർഷം ഭാരതരത്ന അവാർഡ് പ്രഖ്യാപിച്ചു. സോ ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫെയർ മെറ്റീരിയലും മറ്റുമൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കും. സോ എന്നാലും അതിലൊന്നും ചിലപ്പോൾ കവർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈസിലി വിക്കിപീഡിയ പേജിൽ ഈ ഭാരതരത്ന അവാർഡ്സിൻ്റെ വിക്കിപീഡിയ പേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ വാസ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ടു ബി പോസ്റ്റ്മസ്ലി ഹോണേർഡ് എന്നുള്ളതും ശരിയാണ്. ഓക്കെ, അതിനു മുമ്പുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ദ നമ്പർ ഓഫ് അവാർഡീസ് അനൗൺസ് എക്സീഡഡ് 3 ഫോർ ഫസ്റ്റ് ടൈം ഇൻ 2024. അതായത് യൂഷ്വലി ഒരു വർഷം മാക്സിമം 3 പേർക്കേ കൊടുക്കാറുള്ളൂ യൂഷ്വൽ നോം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ വർഷം 5 പേർക്ക് കൊടുത്തത് ഫസ്റ്റ് ടൈമാണ് ആ പർട്ടിക്കുലർ 3 എന്നുള്ള ആ നമ്പർ ബ്രേക്ക് ചെയ്തെന്നാണ് ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ബട്ട് ആക്ച്വലി അത് റോങ് ആണ്. 4 പേർക്ക് 1999 കൊടുത്തിരുന്നു. ഓക്കെ, സോ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ ഹൗ മെനി ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൺ, 1, 2, 3. The 2 statements are correct. So 69th question answer is option C. Moving on to the 70th question. Okay, history, ancient history based question with reference to Arthashastra. Consider the following statements about Mauryan state. There are privately owned lands as well as state-owned lands, and the latter, that is, state-owned lands, are overseen by an officer known as Siddha Deksha. Okay, in the case of land disputes, the text states that if neither side can prove its claim to the property, it should go to the king. There is no reference to land being taken away from farmers in case they were unable to pay taxes. അതായത് ടാക്സ് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ ലാൻഡ് ടേക്ക് അവേ എന്നുള്ള റെഫറൻസ് ഒന്നും അർത്ഥശാസ്ത്രം ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഹൗ മെനി ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓൾ 3. കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കാണും അല്ലേ? 71st question. Which of the following rulers repaired numerous canals and implemented Haki Sharab water tax to enhance irrigation and agriculture? Akbar, Sher Shah Suri, Firoz Shah Tughlaq, Ibrahim Lodi. Okay, ഇതിൽ നിങ്ങൾ മെഡീവിയൽ ഇന്ത്യ പഠിക്കുമ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്ത് ഒരുപാട് കനാൽസ് ബിൽഡ് ചെയ്തെന്നും ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലും അഗ്രികൾച്ചറിനും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇനി ഇൻ കേസ് ഇങ്ങനെ ഹക്കി ഷരാബ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് എടുക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. 71st ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 72nd question. Soils are the largest active store of carbon after the oceans. Okay, ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. In the light of above statement, consider following: heavy rainfall on parent material, decomposition of organic residues, acid rain,
applications of ammonical or phosphatic fertilizers, liming. How many of the mentioned above are probable causes of soil acidification എന്നാണ് പറയുന്നത്. നമ്മൾ ഓഷ്യൻ അസിഡിഫിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോയിൽ അസിഡിഫിക്കേഷൻ ആണ്. ഹെവി റെയിൻഫോൾ ഓൺ പേരന്റ് മെറ്റീരിയൽ, യെസ് ദാറ്റ്സ് റൈറ്റ് അല്ലേ. റെയിൻഫോൾ ഹെവി പേരന്റ് മെറ്റീരിയൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കാർബണേറ്റ്സ് ഒക്കെ ഒലിച്ചു പോയും കൂടുതൽ സോയിൽ അസിഡിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് റെസിഡ്യൂസ്, യെസ് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ആസിഡ് റെയിൻ, ഓക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ആസിഡ് റെയിൻ ഒബ്വിയസ്ലി ആൻസർ ആയിരിക്കുമെന്ന്. ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് അല്ലേ, ഫെർട്ടിലൈസർ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതും ആ പർട്ടിക്കുലർ സോയിൽ അസിഡിഫൈ ചെയ്യാൻ കാരണമാകാറുണ്ട്. ലൈമിങ്, ഓക്കെ ലൈമിങ് ഇവിടെ തെറ്റാണ്. കാര്യം നമുക്കറിയാം ആസിഡ് സോയിൽസിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യമാണ് ലൈമിങ് എന്നുള്ള പ്രോസസ്സ്. സോ എന്തായാലും അത് അസിഡിഫിക്കേഷൻ കൂട്ടില്ല. സോ ഫിഫ്ത്ത് റോങ് ആണ്. 1, 2, 3, 4 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ദ ടേം പ്ലാൻഡ് obsolescence as recently seen in the news is most commonly associated with a provision within a legal document specifying its termination date, sustainability and electronic waste, agriculture residue management, short-lived air pollutants. Okay, planned obsolescence എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അതിൻ്റെ എൻഡ് ഓഫ് ലൈഫിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ഐഡിയ വെച്ചിട്ട് സിയും ഡി ഒഴിവാക്കി നിങ്ങൾ 1A-യിലും B-യിലും ആയിരിക്കും കൺഫ്യൂസ്ഡ്. ബട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് സൺസെറ്റ് ക്ലോസ് എന്ന് പറയുന്ന, പൊതുവെ കോൺട്രാക്ട്സിലൊക്കെ സൺസെറ്റ് ക്ലോസ് വെക്കാറുണ്ട്. ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൻ്റെ എൻഡ് പീരീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോയോ ഏതെങ്കിലും ഒരു പോളിസിയോ ഒക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ സൺസെറ്റ് ക്ലോസ് വെക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇലക്ട്രോണിക് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റൈറ്റ് ടു റിപ്പയർ പോർട്ടലൊക്കെ റീസെൻ്റ്ലി ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ആപ്പിൾ, യൂറോപ്യൻ യൂണിയനിൽ ആപ്പിളും സാംസങ്ങിനൊക്കെ അവർ പ്ലാൻഡ് ഒബ്സലൻസ് നടത്തുന്നു എന്ന് പറഞ്ഞു. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പഴയ മൊബൈൽ ഫോണുകൾ ചീത്തയായി അത് വർക്കിംഗ് കണ്ടീഷനിലല്ലാതായിട്ട് പുതിയ ഫോണുകളിലേക്ക് മാറാൻ കസ്റ്റമേഴ്സിനെ ഇവർ നഡ്ജ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഒരുപാട് തവണ ന്യൂസിലുണ്ടായിരുന്ന ഒരു വാക്കാണ് പ്ലാൻഡ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 73rd ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇനി 74th ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു യുണൈറ്റഡ് നേഷൻ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ട്രീറ്റി ഓർ BBNJ ട്രീറ്റി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണിത്. ഇത് ഏറ്റവും റാറ്റിഫൈ ആണ്. ഇത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ട അത്രയും നമ്പർ ഓഫ് കൺട്രീസ് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് ദ തേർഡ് ഇംപ്ലിമെൻറ്റിംഗ് എഗ്രിമെൻറ്റ് അണ്ടർ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്, അത് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. ബട്ട് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ BBNJ ട്രീറ്റിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഹൈ സീസ് ആർ ഏരിയാസ് ബിയോണ്ട് 200 nautical miles ഓഫ് ദ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് ഓഫ് കോസ്റ്റൽ കൺട്രീസ്. യെസ്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. The treaty will ensure that profits from marine genetic resources are kept entirely by the countries that discover them. അല്ല, ഓക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈ സീസിൽ നിന്ന് കിട്ടുന്നത് എല്ലാ കൺട്രീസിനും അതിൻ്റെ ഒരു അവകാശം കിട്ടുക എന്നുള്ള ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. 75th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിത്ത് റെഫറൻസ് ടു ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ, നായക് ബക്ഷു, നായക് ഗോപാല, മഹ്മൂദ് ലോഹങ് വെയർ ഫേമസ് മുഗൾ വാസിർസ്, പെയിൻറ്റേഴ്സ്, സിംഗേഴ്സ്, ആർക്കിടെക്ട്സ്. ഓക്കെ, ഈ നായക് എന്നുള്ള ടൈറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസിലി ഡൂവബിൾ ആണ്. ആക്ച്വലി തൊമാർസിൻ്റെ കീഴിൽ ഫേമസ് ആയിട്ടുള്ള ധ്രുപദ് സിംഗേഴ്സ് ആണ് ഇവരെല്ലാവരും. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 75th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. With reference to Indian laws about wildlife protection, consider the following statements. The central government can designate certain wild animals listed in Schedule 2 as vermin for specific areas and periods through notification, during which they are excluded from the Schedule 2 for the designated area and time. നിങ്ങൾക്കറിയാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് റീസെൻ്റ്ലി അമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഷെഡ്യൂൾസ് നേരത്തെ 6 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 4 ആക്കി. ഫസ്റ്റ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസ്, സെക്കൻഡ് ആനിമൽസും സ്പീഷീസും, സെക്കൻഡ് അതിലും കുറച്ചുകൂടെ കുറച്ച് കുറവ് പ്രൊട്ടക്ഷൻ ഉള്ളത്, തേർഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്ലാന്റ്സും മറ്റുമൊക്കെ ആയിട്ടും ചേഞ്ച് ചെയ്തിരുന്നു. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു സൈറ്റ്സിൻ്റെ
സൈറ്റ്സുമായിട്ട് കംപ്ലൈൻസ് ആയിട്ടുള്ള സ്പീഷീസിനെ മെൻഷൻ ചെയ്യാൻ 4th ഷെഡ്യൂൾ. ഓക്കെ, നേരത്തെ 6ൽ നിന്നപ്പോൾ 4ലോട്ട് മാറ്റി. മാത്രമല്ല വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരുപാട് അമെൻമെൻറ്റ്സും റൂൾസിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇതുപോലെ റൂൾസിൽ നിന്നും ആക്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് പിക്ക് ചെയ്ത് ഇത് ആക്ടിലെ അതുപോലെ തന്നെയുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇഫ് വൺ കംസ് ഇൻ പൊസിഷൻ ഓഫ് ആൻ ആർട്ടിഫാക്ട് മെയ്ഡ് ഓഫ് ബോഡി പാർട്സ് ഓഫ് സച്ച് ആനിമൽ ആൻഡ് ഡസ് നോട്ട് ഹാവ് ആൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, the law requires them to inform the an authorized officer within 48 hours of possession. അതും ശരിയാണ്. A person in possession of a captive animal along with certificate of ownership cannot sell it for sale under any circumstance. Okay, അത് കുറച്ച് എക്സ്ട്രീം അല്ലേ. ഓക്കെ, റീസെൻ്റ്ലി ക്യാപ്റ്റീവ് എലഫൻസിന് വേണ്ടി റൂൾസ് നോട്ടിഫൈ ചെയ്തിരുന്നു. അതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർഷിപ്പ് ഉള്ള ഓണേഴ്സിന് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. സോ അവർ ആൻസർ വിൽ ബി ഓൺലി 2. എഗെയിൻ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. സുപ്രീം കോടതി റീസെൻ്റ്ലി ഒരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. സോ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് റിഗാർഡിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. They are only found in the Indian state of Rajasthan and Gujarat. Only found എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഈ 2 സ്റ്റേറ്റ്സിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇതിൻ്റെ സ്പേഴ്സ് പോപ്പുലേഷൻസിനെ കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദേ ബ്രീഡ് മോസ്റ്റ്ലി ഡ്യൂറിങ് മൺസൂൺ സീസൺ വെൻ ഫീമെയിൽസ് ലേ എ സിംഗിൾ എഗ് ഓൺ ഓപ്പൺ ഗ്രൗണ്ട്. അത് ആക്ച്വലി ട്രൂ ആണ്. മെയിൽസ് പ്രൊഡ്യൂസ് എ റെസണന്റ് ബൂമിംഗ് മീറ്റിംഗ് കോൾ വിച്ച് ക്യാൻ ബി ഹേർഡ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഓക്കെ, ആക്ച്വലി അതൊരു 500 മീറ്റർ ആണ് അതിൻ്റെ ലിമിറ്റ് പറയുന്നത്. ഓക്കെ, UPSCയും ഇതുപോലെ യൂഷ്വലി ഇങ്ങനെ നമ്പേഴ്സ് വെച്ച് കളിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിനെ എക്സാജറേറ്റ് ചെയ്ത് ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓൺലി 1 ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 77th ക്വസ്റ്റ്യൻ. Now 78th question, with reference to the wetland city accreditation, consider the following statements. The wetland city accreditation is a voluntary accreditation system established by UNEP. As of December 2023, India has 3 accredited wetland cities. An eligible city for wetland city accreditation may be any type of human settlement as defined by the United Nations Human Settlements, that is UN Habitat, with its own governance system. Okay, how many of the above statements are കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് ന്യൂസിൽ വന്നത് തന്നെ ഇന്ത്യ ഇതിലോട്ട് 3 സിറ്റീസിനെ സജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലം വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ കിട്ടിയ സിറ്റീസ് ഒന്നും ഇല്ല. സോ 3 ഇന്ത്യ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സിർപൂർ പോലുള്ള സിറ്റീസിനെ, ഇൻഡോറിലെ സിർപൂർ ലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഡോർ പോലുള്ള സിറ്റീസിനെ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഡിസംബർ 2023 ആ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ ഈ പെർട്ടിക്കുലർ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടത് UNEP അല്ല, ഇത് ആക്ച്വലി റാംസർ കൺവെൻഷന് കീഴിലാണ് ഈ ഒരു വോളണ്ടറി അക്രഡിറ്റേഷൻ സിസ്റ്റം റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ഏതൊരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനും, അതായത് UN ഹാബിറ്റാറ്റിന് കീഴിലെ ഓൺ ഗവേണൻസ് സിസ്റ്റം ഉള്ള ഏതൊരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനും എലിജിബിൾ സിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. സോ ഓൺലി 1 ഓപ്ഷൻ എ ഈസ് ദ right answer. In 79th question, consider the following initiatives: Gobardhan scheme, Harit Dhara, alternate wetting and drying system, Turbo Happy Seeder. How many of the above are immediate and direct control measures for reducing methane emissions from agriculture? So in immediate direct എന്നൊക്കെ കാണുമ്പോൾ തന്നെ പൊതുവേ all four കുത്താനുള്ള ടെൻഡൻസി വരും. ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കാണും. ഓക്കെ, ഗോബർദ്ധൻ സ്കീം നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് മീഥേൻ എമിഷൻസിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്ന് ആലോചിക്കണം. എന്നിട്ട് ആ പർട്ടിക്കുലർ സ്കീം ആ ഒരു ഫാക്ടറുമായിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ചാലേ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗോബർദ്ധൻ സ്കീം കൗ മാനുവറായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഈ പർട്ടിക്കുലർ മാനുവറിൽ നിന്നും ഒബിയസ്ലി മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു നാച്ചുറൽ ഗ്യാസ് ആക്കി മാറ്റാനുള്ള സ്കീമാണ്, നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ്സ് ഉണ്ടാക്കാനുള്ള സ്കീമാണ് ഗോബർദ്ധൻ സ്കീം. ഓക്കെ, സോ അത് കറക്റ്റാണ്. ഇനി ഹരിതര നോക്കുകയാണെങ്കിൽ വെൽച്ചിങ് അല്ലെങ്കിൽ ഈ പറയുന്ന റുമിനൻ്റ് ആനിമൽസ് ഒരുപാട് മീഥേൻ സെക്രേറ്റ് ചെയ്യാറുണ്ട്. സോ ഈ പറയുന്ന കാറ്റിൽ ഫീഡിലും മറ്റും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീഡ് സപ്ലിമെൻ്റ് ആണ് ഹരിതര എന്ന് പറയുന്നത്. ICAR ഡെവലപ്പ് ചെയ്തതാണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ
ഈ പറയുന്ന മീഥേൻ എമിഷൻസ് കുറയ്ക്കാൻ സാധിക്കും. സോ അതും കറക്റ്റാണ്. ഇനി ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റൈസ് കൾട്ടിവേഷൻ, ഇപ്പോൾ കാണുന്ന ഈ ഫ്ലഡ് ഇറിഗേഷൻ രീതിയിൽ ഫോളോ ചെയ്യുന്ന റൈസ് കൾട്ടിവേഷനാണ് ഈ വെറ്റ്ലാൻഡ്സ് റൈസ് ഈ കൾട്ടിവേഷൻ നടന്ന വെറ്റ്ലാൻഡിൽ നിന്ന് മീഥേന് അനറബിക് സ്പിറേഷൻ കാരണം ഒരുപാട് എമിറ്റ് ചെയ്യാറുണ്ട്. സോ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് സിസ്റ്റത്തിലൂടെ അതിനെ ഒഴിവാക്കാം. ഇനി ടെർബോ ഹാപ്പി സീഡർ. ഓക്കെ, അപ്പോൾ ടെർബോ ഹാപ്പി സീഡർ എന്ന് പറയുന്നത് ആക്ച്വലി ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് അല്ലേ. ഓക്കെ, ഈ ക്രോപ്പ് റെസിഡ്യൂസ് ബേൺ ചെയ്യുന്നതിന് പകരം അത് ആ പർട്ടിക്കുലർ സോയിൽ തന്നെ മിക്സ് ചെയ്ത് സീഡ് ചെയ്യുന്നതിന് രീതിയാണ് ടെർബോ ഹാപ്പി സീഡർ. ബട്ട് അത് ആക്ച്വലി അതിൽ മീഥേൻ എമിഷൻസ് കുറയുന്നുണ്ടാവാം, ബട്ട് അതൊരു പ്രൈമറി ഇമ്മീഡിയറ്റ് കൺട്രോൾ അല്ല. സോ പ്രൈമറി ഇമ്മീഡിയറ്റ് കൺട്രോൾ അല്ല. ടെർബോ ഹാപ്പി സീഡർ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറയുന്ന ബ്ലാക്ക് കാർബൺ ആണ് കൂടുതലും അതിനെ എമിഷൻസിൽ നിന്ന് തടയാൻ സാധിക്കുന്നത്. ഓക്കെ, ഫോർത്ത് ഈസ് ആക്ച്വലി റോങ്. സോ ഓപ്ഷൻ സി 1, 2, 3 ആണ് ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് കൺട്രോൾ മെത്തേഡ്സ് അഗ്രികൾച്ചറിലെ മീഥേൻ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള. ഇനി 80th ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് പേഴ്സ് എഗ്രിമെൻറ്റ്സ് റിലേറ്റഡ് ടു ബേസിൽ കൺവെൻഷൻ, ഹസാഡസ് വേസ്റ്റ്, റോട്ടർഡാം കൺവെൻഷൻ, ഹസാഡസ് കെമിക്കൽ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, POPs. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓൾ 3 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസിൽ ഗ്ലോബൽ വാർമിങ്, പൊല്യൂഷൻ, അതേപോലെ ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇതിൽ ഗ്ലോബൽ വാർമിങ്ങിനും ബയോഡൈവേഴ്സിറ്റി ലോസിനും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റീസും മറ്റ് എഗ്രിമെൻറ്റ്സും ഒക്കെ ഉണ്ട്. ബട്ട് പൊല്യൂഷനാണ് സ്റ്റാൻഡ് ലോൺ ആയിട്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷനാണ് ഏറ്റവും വലിയ പൊല്യൂഷന് കാരണമാകുന്നത് അല്ലേ. ഓക്കെ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ട്രീറ്റി ഇൻ നെഗോഷിയേഷൻ ആണ് UNEP-യുടെ കീഴിൽ. സോ ആ ഒരു ബേസിസിൽ ബാക്കി അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ, അതുമാത്രമല്ല ഒരു ഫ്രെയിം വർക്ക് ഓൺ കെമിക്കൽസ് UNEP-യുടെ കീഴിൽ ലാസ്റ്റ് ഇയർ സൈൻ ചെയ്യപ്പെടുകയുണ്ടായി. സോ അതിൻ്റെയും ബേസിസിൽ രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ 3 കൺവെൻഷൻസും അറിയണം. കാര്യം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ബേസൽ കൺവെൻഷൻ്റെ കീഴിൽ മാത്രമാണ് ഈ പ്ലാസ്റ്റിക് എന്നുള്ളത് കവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു കൺവെൻഷൻ്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനും മറ്റും കവർ ചെയ്യപ്പെടുന്നത് ഈ ഹസാഡസ് വേസ്റ്റ് ബേസൽ കൺവെൻഷൻ്റെ കീഴിലാണ്. ഓക്കെ, റോട്ടർഡാം കൺവെൻഷനും സ്റ്റോക്ക്ഹോം കൺവെൻഷനും ഈ പറയുന്ന കെമിക്കൽസ് ഫ്രെയിംവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ഒന്ന് ഇതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സും കവർ ചെയ്യപ്പെടുന്ന കെമിക്കൽസും എലമെൻസും ഒക്കെ എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി 81st ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, മൈക്കോറൈസ ഫംഗൽ അസോസിയേഷൻസ് ബിറ്റ്വീൻ plant roots and beneficial fungi. In the light of above statements, consider the following. The plant provides sugars and lipids to the fungus, while the fungus supplies water and mineral nutrients to the plant. The mycorrhizas greatly increase the absorbing area of a plant root. Sorry. They mainly form in monoculture fields but are less important for wild plants. Okay. ഈ മൈക്കോറൈസസ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് ആർ റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ബട്ട് ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ മോണോകൾച്ചർ ഫീൽഡ്സിൽ ഈ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ അധികം കാണാൻ സാധിക്കില്ല. കാര്യം എന്തിനാണ് ഈ സിംബയോട്ടിക് അസോസിയേഷൻ? ഫോസ്ഫറസ് പോലത്തെ ഉള്ള ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എത്തിപ്പെടണമെങ്കിൽ റൂട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കണം അല്ലേ ഒരു പ്ലാന്റിൻ്റെ. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് റൂട്ട്സ് ഈ പറയുന്ന ഫംഗിയുടെ മൈസീലിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ രണ്ടുപേരും കൂടെയുള്ള അസോസിയേഷനിലൂടെ രണ്ടുപേരും ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. അതായത് ഒരു പ്ലാന്റും ആ ഒരു പർട്ടിക്കുലർ ഫംഗയും ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. ഓക്കെ, അത് കൂടുതലും കാണപ്പെടുന്നത് വൈൽഡ് പ്ലാന്റ്സിലാണ്. മോണോകൾച്ചർ പ്ലാന്റ്സിൽ നമ്മൾ ഓൾറെഡി ഫോസ്ഫറസ് ആണെങ്കിലും NPK ഫെർട്ടിലൈസേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട്, മാത്രമല്ല ഈ ഫെർട്ടിലൈസേഴ്സ് എക്സസൈസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മൈസീലിയവും ആ ഫംഗയൊക്കെ ഇല്ലാതാവാനും ഓർഗാനിക് കണ്ടന്റ് വളരെ കുറവാണല്ലേ നമ്മുടെ ഈ നമ്മൾ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്ന ഫീൽഡുകളിൽ. സോ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് അസ്യൂം ചെയ്ത് 2 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 81st ക്വസ്റ്റ്യൻ. ഇനി 82nd ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗ്രീൻ മാനുവർ ക്രോപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗ്രീൻ മാനുവർ ക്രോപ്സ്, കവർ ക്രോപ്സ്, ലെഗ്യുമിനസ് ക്രോപ്സ്, ഇങ്ങനത്തെയൊക്കെ കുറച്ച് ക്രോപ്സും അവ ഏതൊക്കെയാണെന്നും ഒന്ന് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, കുറച്ച് ഇൻവേസീവ് സ്പീഷ്യസ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗ്രീൻ മാനുവർ ക്രോപ്സ്? കൗപ്പി, ഡൈൻച, സൺഹെം, കേശരി. 1, 2, 3, 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 82nd question answer is option D. In 83rd question, global warming can cause rise in wet bulb temperature. With the increase in atmospheric temperature, there is also a rise in the amount of water vapor present in the atmosphere. Okay, അപ്പോൾ wet bulb temperature എന്താണെന്ന് അറിയണം. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ? അപ്പോൾ ഒരു തെർമോമീറ്ററിൻ്റെ ആ ഒരു മെഷറിംഗ് താഴെ നിങ്ങളൊരു വെറ്റ്
എന്തെങ്കിലും ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്താൽ അപ്പോൾ റീഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി ആയിട്ടാണ് ബന്ധപ്പെട്ടത്. ഇപ്പം 100% ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരം കൂളാകുന്നത്? നമ്മുടെ ശരീരത്തിൽ സ്വെറ്റ് ഗ്ലാൻഡ്സിൽ നിന്ന് സ്വെറ്റ് വന്ന് ആ സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ടാണ് നമുക്കവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് 100% ഹ്യൂമിഡിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമുക്ക് കൊണ്ടുവരുന്ന നമുക്ക് സ്വെറ്റിലൂടെ ശരീരത്തെ തണുപ്പിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിനായിട്ട് ഈക്വൽ ആവും. ഈക്വൽ ആയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മെറ്റബോളിസം എല്ലാം തകർന്ന് നമ്മൾ മരിക്കും. അതായത് ഹീറ്റ് വേവ്സ് ഒരുപാട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടന്റ് ഒരുപാട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രീക്വൻ്റ് ആയിട്ട് മോയ്സ്ചർ തന്നെയാണ് ഒരുപാട് റിക്കറൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മഴയിലൂടെയും മറ്റുമൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, വാട്ടർ വേപ്പർ ആയിട്ട്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് നോക്കി വെച്ചേക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് plants do not have a perfect flower containing both male and female reproductive parts? Spinach, Malabar tamarind, wild papaya, hibiscus. Select the correct answer using the code given below. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും കോമൺ നിങ്ങൾ ഒബ്സർവേഷനിലൂടെ കണ്ടിട്ടുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹിബിസ്കസ് നിങ്ങൾ കുഞ്ഞിലേ തൊട്ടേ സ്കൂളിൽ യൂഷ്വലി സ്റ്റൈൽ സ്റ്റിഗ്മ സ്റ്റേമനൊക്കെ ഉള്ള ഒരു ഫ്ലവർ ആയിട്ട് കണ്ടിട്ടുള്ള ഹിബിസ്കസ് ആയിരിക്കും. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രഡക്റ്റീവ് പാർട്സ് അതിലുണ്ടെന്ന് നിങ്ങൾക്ക് കുഞ്ഞിലെ നിങ്ങൾ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, അല്ല, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഡു നോട്ട് ഹാവ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിബിസ്കസ് ഡു ഹാവ് എ പെർഫെക്റ്റ് ഫ്ലവർ. സോ 4 വരുന്ന 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ ഓപ്ഷൻ എയിലോട്ട് എത്തിച്ചേരാം. കുറച്ച് ഡിഫിക്കൽട്ട് ആണുള്ള കൺസെപ്റ്റ് ആണെങ്കിലും ബട്ട് കോമൺ ഒരു ജനറൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഈസിലി ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 85th ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് പേഴ്സ് വെറ്റ്ലൻഡ് സ്റ്റേറ്റ്സ്. റാംസർ സൈറ്റ്സ് ആണ്. നാല് സരോവർ മധ്യപ്രദേശായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്, സിർപ്പൂർ ഗുജറാത്തുമായിട്ടും കാഞ്ഞിരംകുളം തെലങ്കാനയായിട്ടും. ആക്ച്വലി 3 തെറ്റാണ്. നാല് സരോവർ ഗുജറാത്തിലും സിർപ്പൂർ മധ്യപ്രദേശിലും കാഞ്ഞിരംകുളം തമിഴ്നാട്ടിലുമാണ്. സോ നൺ ഇസ് ദ ആൻസർ. ഇനി 86th ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ, കൺസിഡർ ഫോളോയിങ് ആനിമൽ ഫീഡ്, സ്റ്റീല്, ഇലക്ട്രിക് കാർ ബാറ്ററീസ്, ഹൗസ് ഹോൾഡ് ക്ലീനിങ് പ്രൊഡക്ട്സ്. ഇൻ ദ മേക്കിംഗ് ഓഫ് ഹൗ മെനി ഓഫ് ദ എബോവ് ആർ ഫോസ്ഫറസ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസ് പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ആണല്ലേ, യൂട്രോഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഫോസ്ഫറസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ് ക്ലീനിങ് പ്രൊഡക്ട്സിൽ യെസ് ഫോസ്ഫറസ് ഉണ്ട്. ഇലക്ട്രിക് കാർ ബാറ്ററീസും സ്റ്റീലിലും ഉണ്ട്. ഇപ്പോൾ ആനിമൽ ഫീഡ് കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും അവിടെയും ഉണ്ട്. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 87th ക്വസ്റ്റ്യൻ. Vera VCS and gold standard, as recently seen in news, is most commonly associated with IMF financial assistance to small island countries facing serious environmental crisis, voluntary carbon credit certification, ecological management of wetlands of international importance, leveraging cryptocurrencies as virtual energy carriers. Okay, Vera VCS gold standard actually വോളണ്ടറി കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും കാർബൺ ഓഫ്സെറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 സ്റ്റാൻഡേർഡ്സ് ആണ് വെറ വി സി എസും ഗോൾഡ് സ്റ്റാൻഡേർഡും. ഇപ്പോൾ ഇന്ത്യ നമ്മുടെ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിൽ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വോളണ്ടറി കാർബൺ, അതായത് ഒരു കാർബൺ ക്രെഡിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അറിയണമല്ലോ. സോ ഈ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഒരു ഗ്ലോബൽ റെപ്പോസിറ്ററി ഉണ്ട്, അവിടെ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, അക്രഡിറ്റഡ് ആയിട്ടുള്ള ഈ 2 സ്റ്റാൻഡേർഡ്സും ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 88th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിത്ത് റെഫറൻസ് ടു ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റാൻഡേർഡ് ഫോർ ഇന്ത്യ ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. റീസെൻറ്റ് കറണ്ട് അഫെയർ ആണ്. ഈ ഒരു ലാസ്റ്റ് 1 ഇയറിൽ നടന്ന ഒരു കാര്യമാണ്. കൺസിഡർ ഫോളോയിങ്. ഇപ്പോൾ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് കൺസിഡർ ചെയ്യപ്പെടണമെങ്കിൽ, ഹൈഡ്രജൻ ഈസ് കൺസിഡർഡ് ഗ്രീൻ ഇഫ് ദ വെൽ ടു ഗേറ്റ് എമിഷൻ ഈസ് നോ മോർ ദാൻ 2 കിലോഗ്രാം കാർബൺ ഇക്വലൻറ്റ് പെർ കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും അത് ആക്ച്വലി കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ദ സ്കോപ്പ് ഓഫ് ദ ഡെഫിനിഷൻ എൻകോംപസ് ബോത്ത് ഇലക്ട്രോളിസിസ് ബേസ്ഡ് ആണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ, ഇലക്ട്രോളിസിസ് ബേസ്ഡ് ആൻഡ് ബയോമാസ് ബേസ്ഡ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ മെത്തേഡ്സ്. അതും ആക്ച്വലി കറക്റ്റാണ്.
Coal India Limited will serve as the nodal authority for accrediting agencies responsible for monitoring, verifying and certifying green hydrogen production projects. Okay, Coal India alla actually Bureau of Energy Efficiency ആണ്. Okay, third statement wrong ആണ്. Only 2. Option C is the right answer for question number 88. Moving on to the 89th question. With reference to Biodiversity Act 2002, consider the following statement. The central government, in consultation with the relevant state government, may periodically designate species nearing extinction or at risk of becoming extinct as threatened species. That's actually correct. Act എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് ദ സ്പീഷീസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് ത്രെട്ടൻഡ് സ്പീഷീസ് ദെയർ കളക്ഷൻ ഫോർ എനി പർപ്പസ് ഈസ് കംപ്ലീറ്റ്ലി ബാൻഡ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അത് ആക്ച്വലി കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ആൻസർ ഈസ് 1 only. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കളക്ഷൻ അലൗഡ് ആയിട്ടുള്ളതെന്ന് കീയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി 90th ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അൽവാർസ് ആൻഡ് നയൻമാർസ്. ദ നാദമുനി കളക്റ്റഡ് ദ ഹൈമൻസ് ഓഫ് 12 alvars in the 10th century, forming the Vaishnava canon known as Nalaira Divya Prabandham. So Nalaira Divya Prabandham കളക്ട് ചെയ്ത് വൈഷ്ണവ ക്യാനൻ ഫോം ചെയ്തത് നാദമുനിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി കറക്റ്റ് ആണ്. പെരിയ പുരാണം ഫോംസ് ദ 12th ആൻഡ് ഫൈനൽ ബുക്ക് ഓഫ് ദ നയനാർസ് ക്യാനൻ നോൺ ആസ് ദ തിരുമുറൈ. ഓക്കെ, അതും കറക്റ്റാണ്. ബോത്ത് 1 and 2 കറക്റ്റാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇപ്പോൾ ആൾവേഴ്സും ഈ രണ്ട് ഭക്തി വൈഷ്ണവൈസും ശൈവൈറ്റ്സിനെയും കുറിച്ച്, പ്രത്യേകിച്ച് ഷൈവൈറ്റ്സിനെ കുറിച്ച് ന്യൂസിലുണ്ടായിരുന്നു. കാര്യം പാർലമെൻറ്റ് ഇനോഗ്രേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെടുന്ന സെയിൻസിനെയാണ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. സോ ഇത് ന്യൂസിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾവേഴ്സിനെ കുറിച്ചും നയൻമാർസിനെ കുറിച്ചും ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക. ഇനി 91st ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ലിറ്ററലി വർക്ക് ഓദർ. കഥ സരിത സാഗര സോമദേവ ഭട്ട, ബൃഹത് കഥ മഞ്ജരി ഭട്ടി, രാവണവധ ക്ഷേമേന്ദ്ര. ഓക്കെ, ഇവിടെ കഥ സരിതസാഗരെ കറക്റ്റാണ്. ഈ രണ്ടും ആക്ച്വലി തിരിച്ചിട്ടിരിക്കുകയാണ്. രണ്ടും റോങ് ആണ്. കുറച്ച് ലൈക്ക് പൊതുവേ ആർട്ട് ആൻഡ് കൾച്ചർ, ഏൻഷ്യൻ മിഡീവിയൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നതിൽ കാര്യം അതിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും വളരെ കുറവായിരിക്കും. നിങ്ങൾ ഒരുപാട് പഠിക്കുകയും വേണം. എന്നാൽ റിയൽ എക്സാമിന് ചിലപ്പോൾ ഒരുപക്ഷെ ശരിയാക്കാൻ പറ്റുന്ന ആൻസർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും അല്ലേ. പൊതുവേ എക്കോണമിയും പൊളിറ്റിയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ റിവാർഡിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ 91st ക്വസ്റ്റ്യനിൽ only 1 pair, option A is the right answer. 92nd question നോക്കുവാണെങ്കിൽ consider the following statement about cities of early historical South India. Okay, Korkai, celebrated for its pearls in Sangam poems, was an important Pandya port. Urayur, the capital of the early Cholas, is mentioned in Tamil and Greco-Roman texts for its fine textiles. Vanji or Karur served as the capital of Chera dynasty, functioning not only as a political center but also a significant hub for crafts and trade. Okay, actually ഇതും കറക്റ്റാണ്. കോർക്കൈ പാണ്ഡ്യാസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണെന്നും അവിടെ പേൾസ് ആണ് കൂടുതലും ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നതെന്നും ഉറയൂർ ഈ പറയുന്ന പോലെ ഏർലി ചോളാസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ടെക്സ്റ്റൈൽസിന് വേണ്ടിയുള്ളതായിരുന്നെന്നും കരൂർ ചേര ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ക്രാഫ്റ്റ് ആൻഡ് ട്രേഡും ആണെന്നുള്ള ആ 3 ഇൻഫർമേഷൻ, അതായത് സിറ്റി, പർട്ടിക്കുലർ എംപയർ, അവിടുത്തെ എന്താണ് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യപ്പെട്ടിരുന്ന കൊമോഡിറ്റി. ഓക്കെ, ഈ 3 കൂടെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് കറക്റ്റ് ആണ്. 3 ഓപ്ഷൻ ഡി, all 3 are correct. Moving on to the 93rd question. With reference to Indian temple architecture, consider the following. Okay, recently Ayodhya ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് സൗത്ത് ടെമ്പിൾ ആർക്കിടെക്ചർ ഒക്കെ ഒന്ന് റെഫർ ചെയ്തേക്കുക. വാട്ടർ സർവേയർ enclosed within the temple complex, elaborate boundary walls or gateways, pedestals higher than the ground, multiple shigaras. Okay, Nagara style of temple architecture ആണ് ചോദിച്ചിരിക്കുന്നത്. 3 4 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി is the right answer. 94th question. Consider the following statements regarding PM Swanidhi scheme. This is a central sector scheme to facilitate street vendors to access affordable working capital loan. The scheme is available for beneficiaries belonging to only those states which have notified rules and schemes under Street Vendors Protection of Livelihood and Regulation of Street Vending Act 2014. Okay, first 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിൽ അല്ല, അർബൻ അഫയേഴ്സിന് കീഴിലാണ്. സോ 94th question, only 2 is the right answer. Option C is the right answer. Where were the large images of goddess Ganga and Yamuna notable examples of monumental Gupta terracotta sculptures discovered? Okay, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും
ഓഡ് വൺ ഔട്ട് നിങ്ങൾ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ റിസ്കി ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മധുര, കോസംബി, ബിത്തർഗോവനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അധികം കേട്ടിട്ടില്ലായിരുന്നത് അച്ചിച്ചത്ര ആയിരിക്കും അല്ലേ? സോ ആൻസർ ഈസ് ഡി, അത് തന്നെയാണ്. അവിടെയാണ് ഗംഗയുടെ അതിൻ്റെ ആ ഒരു ഫിഗർ കീയിൽ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സൈസ് ഏകദേശം നമ്മൾ ഒരു മനുഷ്യനോളം വലിപ്പമുള്ള ടെറാക്കോട്ട സ്കൾപ്ചേഴ്സ് ആണ് ഗുപ്ത പീരീഡിലെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുപ്ത പീരീഡ് സ്കൾപ്ചറാണ് അത്. സോ അത് ഫൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 95. 96 നോക്കുവാണെങ്കിൽ കൺസിഡർ ഫോളോയിങ് വിമൻസ് ഓർഗനൈസേഷൻ ഓഫ് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ: ബോംബെ വിഡോ റിഫോംസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ മുസ്ലിം വുമൻസ് കോൺഫറൻസ്, ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ്, ആര്യ മഹിളാ സമാജ്. ഓക്കെ, ഇനി 96th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്രോണോളജി അറിയാമെങ്കിൽ സോൾവ് ചെയ്യാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഫോം ചെയ്തത് ബോംബെ വിഡോ റിഫോംസ് അസോസിയേഷൻ ആണ്. MG റാണയുടെയൊക്കെ ഇനിഷ്യേറ്റീവ്സിൻ്റെ ബേസിസിൽ. പണ്ഡിത രമാബായിയുടെ ആര്യ മഹിളാ സമാജാണ് രണ്ടാമത്. ആൻഡ് മൂന്നാമത് ഓൾ ഇന്ത്യ മുസ്ലിം വുമൻസ് കോൺഫറൻസ് ആണ്. നാലാമതാണ് ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് വരുന്നത്. ഓക്കെ, സോ 96 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ എ 1423. Consider the following statements about cabinet mission plan. The plan was initially accepted by the Muslim League and Congress party. Correct ആണ്. All residual powers of the future federation should vest in the provinces ഉള്ളതും ശരിയാണ്. Provinces should be free to form groups with executives and legislatures and each group could determine the provincial subjects to be taken in common. അതും correct ആണ്. So all three are correct for the 97th question. Answer is option D. 98th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ the movement initiated in 1863 with the founding of Scientific Society aimed to translate significant scientific and artistic work into Urdu. Its primary goal was to reform the social, political and educational aspects of Muslim community. Identify this movement. Okay, റിഫോമിസ്റ്റ് മൂവ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വാക്കുകൊണ്ട് മനസ്സിലാവും. ഓക്കെ, തന്നിട്ടുള്ളതിൽ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ് ഏതാണ്? ഓക്കെ, അലിഗർ മൂവ്മെൻ്റ് ആണല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, അലിഗർ മൂവ്മെൻറ്റ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കോർട്ട് കേസ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. സോ അലിഗർ മൂവ്മെൻറ്റും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. 99th question. With reference to Government of India Act 1919, consider the following statements about women reservation. Okay, if the Legislative Council in any province passed a resolution in favor of women's franchise, they should be put in the electoral register of that province. Although 9 of 11 provinces voted to allow women to become members of the council, no women candidates was elected. Okay, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഡോക്ടർ മുത്തുലക്ഷ്മി ലെഡ്ഡി ആക്ച്വലി നോമിനേറ്റ് ചെയ്യപ്പെടുമായിരുന്നു മദ്രാസ് പ്രൊവിൻസിൽ നിന്ന്. ഓക്കെ, സോ 99th question ആൻസർ ഈസ് ബോത്ത് 1 and 2. Last 100th question. Recently, Kakrapar second indigenous 700 megawatt nuclear reactor has attained first criticality. What does criticality mean എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The state where a nuclear reactor produces a sufficient number of neutrons to sustain an ongoing series of reaction. The state where a nuclear reactor reaches maximum power generation capacity due to optimal conditions. The state where a nuclear reactor is intentionally turned off to cease nuclear reactions. The state where a nuclear reactor produces excessive heat due to malfunction or overload. ഓക്കെ, അപ്പോൾ സിയും ഡിയും നിങ്ങൾ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കാണും. എയും ബിയും ആയിരിക്കും നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, അതാണ് ക്രിട്ടിക്കാലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. സോ ദാറ്റ് സംസ് അപ്പ് 100 questions for our full test 3. Thank you for listening. Okay, have a good day.